ഇനി നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് കേട്ടോ. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു ഇൻഹെറിറ്റൻസ് പാറ്റേണും അതുപോലെ തന്നെ അതിൻ്റെ ജനറ്റിക് ബേസിസും നമ്മൾ പഠിച്ചതാണ് അല്ലേ. മെൻഡലിൻ്റെ കാലത്ത് അയാൾ ഫാക്ടർ എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് ഫാക്ടർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇൻഹെറിറ്റൻസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഫാക്ടർ എന്ന് റെപ്രസെൻറ്റ് ചെയ്ത് അതെന്താണെന്ന് ക്ലിയർ അല്ലായിരുന്നു. അത് കഴിഞ്ഞൊരു 100 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ജനറ്റിക് മെറ്റീരിയൽ എന്താണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡാണ് ജനറ്റിക് മെറ്റീരിയൽ എന്നൊക്കെ മെജോറിറ്റി ഓഫ് ഓർഗാനിസത്തിൽ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്നൊക്കെ കണ്ടുപിടിച്ചത്. ഇനി ന്യൂക്ലിക് ആസിഡ് 2 തരത്തിലുണ്ട്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡും ഉണ്ട്, അതുപോലെ തന്നെ റൈബോ ന്യൂക്ലിക് ആസിഡും ഉണ്ട്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡാണ് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന മോസ്റ്റ് ഓഫ് ദ ഓർഗാനിസത്തിൽ. RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ചില വൈറസസ് ഉണ്ട്. അതേപോലെ തന്നെ RNAയുടെ മേജർ ഫംഗ്ഷൻ എന്ന് പറയുന്ന മെസ്സഞ്ചർ, അതുപോലെ തന്നെ അഡാപ്റ്റർ മോളിക്യൂളായിട്ടും സ്ട്രക്ചറൽ മോളിക്യൂളായിട്ടും കാറ്റലിറ്റിക് മോളിക്യൂളായിട്ടും ഒക്കെ ഈ RNA ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ 11th സ്റ്റാൻഡേർഡിൽ ബയോമോളിക്യൂൾസിൽ പഠിച്ചതാണ്. അത് സ്ട്രക്ചർ ഓഫ് ദ DNA ആൻഡ് RNA നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഇനി ഈ ചാപ്റ്ററിൽ ദ ഡീറ്റെയിൽ സ്ട്രക്ചർ ഓഫ് ദ DNA, അതിൻ്റെ റിപ്ലിക്കേഷൻ, അതുപോലെ തന്നെ DNA എങ്ങനെയാണ് RNA ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ജനറ്റിക് കോഡ്, ഓരോ അമിനോ ആസിഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ജനറ്റിക് കോഡ്, അതേപോലെ പ്രോട്ടീൻ സിന്തസിസ് എങ്ങനെയാണ് നടക്കുന്നത്, അതായത് ട്രാൻസ്ലേഷൻ പ്രോസസ്സ്, അതേപോലെ ജീനിൻ്റെ റെഗുലേറ്ററി ആക്ടിവിറ്റീസ് എങ്ങനെയാണ് നടക്കുന്നത്, അതേപോലെ ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ ഹ്യൂമൻ ജീനോം, ദ കംപ്ലീറ്റ് ന്യൂക്ലിയേറ്റഡ് സീക്വൻസ് ഇൻ ദ ഹ്യൂമൻ ജീനോം, അതേപോലെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്, അതേപോലെ DNA ഫിംഗർ പ്രിൻറ്റിങ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അതിനൊക്കെ മുമ്പ് നമുക്ക് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ ഓഫ് ദ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആൻഡ് റൈബോ ന്യൂക്ലിക് ആസിഡ്. DNA എന്ന് പറയുന്നത് എന്താണ്? പോളിമർ ഓഫ് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് ആണ്. DNAയുടെ ലെങ്ത് നമ്മൾ എപ്പോഴും പറയുന്നത് അക്കോർഡിംഗ് ടു ദ നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ് ഓർ ബേസ് പെയർസ്. നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ് നമ്മൾ പറയുന്നത് സിംഗിൾ സ്റ്റാൻഡിൻ്റെ കേസിലാണ് എത്ര ന്യൂക്ലിയോടൈഡ് ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ലെങ്ത് പറയുന്നത്. പക്ഷേ ബേസ് പെയേഴ്സ് വെച്ച് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് സിംഗിൾ ഡബിൾ സ്റ്റാൻഡേർഡ് DNA. എക്സാമ്പിൾ ഫോർ ദാറ്റ് ഇഫ് യു സി ബാക്ടീരിയോഫേജ് 5x174, ബാക്ടീരിയോഫേജ് 5x174, ഇറ്റ് ഹാസ് 5386 ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ അതിന് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആണുള്ളത്. അതുകൊണ്ട് തന്നെ 5386 ന്യൂക്ലിയോടൈഡ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് നമുക്ക് പറയാം. അതുപോലെ ലാംഡ ബാക്ടീരിയോഫേജ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA കണ്ടെയ്ൻ ചെയ്യുന്ന, അതുകൊണ്ട് തന്നെ 48502 ബേസ് പെയേഴ്സ് ആണ്. എസ്കരീഷ്യ കൊളയിൽ 4.6 × 10⁶ ബേസ് പെയേഴ്സ് ആണുള്ളത്. ഹാപ്ലോയിഡ് കണ്ടന്റ് ഓഫ് ഹ്യൂമൻ DNA is 3.3 × 10⁻9 ബേസ് പെയേഴ്സ് ആണ്. ഹാപ്ലോയിഡ് കണ്ടന്റ് ഓഫ് DNA നമ്മുടെ സ്പെഷ്യലായിട്ട് പറയാനുള്ള കാരണം ഹ്യൂമൻ ബീങ്സ് ഓർ ദ ഹയർ ഓർഗാനിസംസ് ആർ ഡിപ്ലോയിഡ് ഓർഗാനിസംസ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ ആണ്. സ്ട്രക്ചർ ഓഫ് ലെറ്റ് us recapitulate the chemical structure of polynucleotide chain or deoxyribonucleic acid or RNA. ഓക്കെ, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ റൈബോ ന്യൂക്ലിക് ആസിഡിൻ്റെ സ്ട്രക്ചർ എന്താണ്? ഇതിന് 3 കമ്പോണൻസ് ആണുള്ളത്. ഫസ്റ്റ് കമ്പോണൻറ്റ് ദാറ്റ് വിൽ ബി ഹാവിങ് എ ഷുഗർ മോളിക്യൂൾ. ദ ഷുഗർ ഈസ് നത്തിങ് ബട്ട് പെൻറ്റോ ഷുഗർ. ദ പെൻറ്റോ ഷുഗർ ഒന്നുപോലെ റൈബോ ഷുഗർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിയോക്സി റൈബോ ഷുഗർ ആയിരിക്കാം. ഈ പെൻറ്റോ ഷുഗർ സൈക്ലിക്കൽ ഫോമിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ ഹിയർ ഇഫ് ഇറ്റ് ഈസ് എ ഡിയോക്സി റൈബോ ഷുഗർ, ഹിയർ ഓൺലി 1 hydrogen will be there. If it is a ribose sugar, then it will be having a hydroxyl group at this position. Okay, that is the difference between deoxyribose and ribose sugar. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. ഇത് ഇവിടെ ഒരു CH2OH അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഈ കാർബണാറ്റാണ് ഇതിൻ്റെ 5th കാർബൺ എന്ന് പറയുന്നത്. അതേപോലെ ഈ കാർബണാറ്റാണ് ഇതിൻ്റെ 3rd കാർബൺ എന്ന് പറയുന്നത്. ദിസ് ഇസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ആൻഡ് 5th കാർബൺ ആറ്റം ഈസ് ദിസ് വൺ. ഓക്കെ, ഇവിടെ ഫസ്റ്റിനും തേർഡിനും ഫോർത്തിനും കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്, 5th കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. സെക്കൻഡ് കാർബൺ ആറ്റത്തിലുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഹൈഡ്രോജൻ ഡിവോയ്ഡ് ഓഫ് ഓക്സിജൻ ഡിയോക്സി റൈബോസിൻ്റെയും, അതുപോലെ തന്നെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് at second carbon atom, that is in the ribose sugar. അത് ഓർത്തിരുന്നാൽ മതി. Now if you see the this consists of a pentose sugar if it is attached with a nitrogen base. Nitrogen base 2 തരത്തിലാണുള്ളത്. നൈട്രജൻ ബേസ് 2 തരത്തിലുള്ള നൈട്രജൻ ബേസ് പ്യൂരിൻസും പിരിമിഡിനുമാണ്. പ്യൂരിൻ എന്ന് പറയുന്നത് അഡിനിനും ഗ്വാനിനുമാണ്. പിരിമിഡിൻ എന്ന് പറയുന്നത് സൈറ്റോസിൻ, തൈമിൻ ആൻഡ് യുറാസിൽ. ഈ പ്യൂരിൻ ഡബിൾ റിംഗ് സ്ട്രക്ചറാണ്, പിരിമിഡിൻ വന്ന സിംഗിൾ റിംഗ് സ്ട്രക്ചറാണ്. ഡബിൾ റിംഗ് സ്ട്രക്ചർ ഉള്ള പ്യൂരിൻ്റെ 9ാമത്തെ കാർബണാറ്റാണ്, 9ാമത്തെ പൊസിഷനാണ് ഫസ്റ്റ് കാർബൺ ആറ്റം ഓഫ് ദ പെൻറ്റോ ഷുഗറിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. അതായത് പ്യൂരിൻ ഫസ്റ്റ് കാർബൺ ആറ്റം ഓഫ് ദ പെൻറ്റോ ഷുഗറിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന അതിൻ്റെ 9ാമത്തെ പൊസിഷൻ വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആ ബേസ് ഷുഗറുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന, നൈട്രജൻ ബേസ് ഷുഗറുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന പ്യൂരിൻ ആണെങ്കിൽ ദാറ്റ് വിൽ മേക്ക് എ 1,9 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അതേപോലെ തന്നെ പിരിമിഡിൻ എന്ന് പറയുന്ന സിംഗിൾ റിംഗ് സ്ട്രക്ചറാണ്. അതിൻ്റെ ഫസ്റ്റ് പൊസിഷൻ ആണ് ഫസ്റ്റ് കാർബൺ ആറ്റമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് പൊസിഷൻ ആണ് അതിന് ഫസ്റ്റ് കാർബൺ ആറ്റമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. സോ ദാറ്റ് വിൽ form
ഫോം 1,1 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. 1,1 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഇനി ഒരു പെൻറ്റോ ഷുഗറും അതുപോലെ തന്നെ നൈട്രജൻ ബേസും കൂടെ കൂടിയ സ്ട്രക്ചറിന് നമ്മൾ ന്യൂക്ലിയോസൈഡ് എന്ന് പറയും. ന്യൂക്ലിയോസൈഡ് പലതരത്തിലുണ്ട്. ന്യൂക്ലിയോസൈഡ് സൈറ്റോസിൻ, യുറാസിൽ, തൈമിൻ, അതുപോലെ തന്നെ അഡിനിൻ, ഗ്വാനൈൻ, ഇതൊക്കെ അറ്റാച്ച് ചെയ്ത ഡിഫറെൻറ്റ് ന്യൂക്ലിയോസൈഡ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അഡിനിൻ ആണ് അറ്റാച്ച് ചെയ്തേക്കുന്നതെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് അറ്റാച്ച് ടു ദ ഡിയോക്സി റൈബോ ഷുഗർ ദറ്റ് ഈസ് കോൾഡ് ആസ് ഡിയോക്സി അഡിനോസിൻ. ഇഫ് ഇറ്റ് ഈസ് ഗ്വാനിൻ with deoxy ribo sugar that is deoxy guanosin. If this is attaching with ribo sugar then it will be adenosine and guanosin respectively. അതേപോലെ ഈ പെൻറ്റോ ഷുഗർ ഡിയോക്സി റൈബോ ഷുഗറുമായിട്ട് പിരിമിഡിൻ അറ്റാച്ച് ചെയ്തേക്കുമ്പോൾ, പിരിമിഡിൻ സൈറ്റോസിനാണ് അറ്റാച്ച് ചെയ്തേക്കുന്നതെങ്കിൽ ഡിയോക്സി സൈറ്റിഡിൻ എന്ന് പറയും. തൈമിനാണ് അറ്റാച്ച് ചെയ്തേക്കുന്നതെങ്കിൽ ഡിയോക്സി തൈമിഡിൻ അല്ലെങ്കിൽ തൈമിഡിൻ എന്ന് പറഞ്ഞാലും മതി. കാരണം എന്താണെന്ന് വെച്ചാൽ തൈമിൻ വന്നിട്ട് DNA മാത്രം കാണുന്ന സ്ട്രക്ചറാണ്, ഡിയോക്സി റൈബോസിൽ മാത്രമേ അറ്റാച്ച് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഡിയോക്സി എന്നുള്ള വേർഡ് ആഡ് ചെയ്തില്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. പിന്നെ യുറാസിൽ ഓൾവേസ് അറ്റാച്ച്ഡ് വിത്ത് റൈബോ ഷുഗർ. അപ്പോൾ റൈബോ ഷുഗറുമായിട്ടാണ് ഈ പറയുന്ന പിരിമിഡിൻസ് അറ്റാച്ച് ചെയ്യുന്നത്. സൈറ്റോസിൻ when it is attached with a ribo sugar that is called as cytidine, and uracil when it is attached with ribo sugar that is called as uridine. Thymine it will not attach with a ribo sugar. അതുകൊണ്ട് തന്നെ uridine, cytidine, deoxycytidine, deoxythymidine, adenosine, guanosin, deoxyadenosine, deoxyguanosin. ഇത്രയാണ് ന്യൂക്ലിയോസൈഡ് വന്നിട്ട്. ഇനി അഞ്ചാമത്തെ കാർബൺ ആറ്റത്തിൽ, പെൻറ്റോ ഷുഗറിന്റെ അഞ്ചാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു ഫോസ്ഫോറിക് ആസിഡും കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ന്യൂക്ലിയോടൈഡ് ആയിട്ട് മാറും. സോ ഹിയർ ദിസ് ന്യൂക്ലിയോടൈഡ് വെൻ ഇറ്റ് ഈസ് ഫോമിങ് ഇറ്റ് വിൽ ഗീവ് എ അസിഡിക് നേച്ചർ. അതായത് ഫോസ്ഫോറിക് ആസിഡ് ആണ് അഞ്ചാമത്തെ കാർബൺ ആറ്റത്തിൽ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്നത് അസിഡിക് നേച്ചർ ഉണ്ടാക്കും. ആ അസിഡിക് നേച്ചറാണ് DNA നെഗറ്റീവ് ചാർജ് കൊടുക്കുന്നത്. സോ ഹിയർ വി ക്യാൻ സി ദിസ് ഡിയോക്സി adenosine when it is attached with a phosphoric acid deoxyadenylic acid ആവും. Deoxyguanosin when it is attached with a phosphoric acid deoxyguanylic acid ആവും. Deoxycytosine deoxycytidilic acid ആവും. Deoxythymidine deoxythymidilic acid ആവും. ഇനി റൈബോ ഷുഗറുമായിട്ടാണെങ്കിൽ അഡിനൈലിക് ആസിഡ്, ഗ്വാനൈലിക് ആസിഡ്, സൈറ്റിഡിലിക് ആസിഡ്, യൂറിഡിലിക് ആസിഡ്, ഇതാണ് റൈബോ ന്യൂക്ലിയോടൈഡ്സ് കേട്ടോ. അപ്പോൾ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുന്നത് ഡിയോക്സി അഡിനൈലിക് ആസിഡ്, ഡിയോക്സി ഗ്വാനൈലിക് ആസിഡ്, ഡിയോക്സി സൈറ്റിഡിലിക് ആസിഡ്, ഡിയോക്സി തൈമിഡിലിക് ആസിഡ്. റൈബോ ന്യൂക്ലിക് ആസിഡിന്റെ ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുന്നത് അഡിനൈലിക് ആസിഡ്, ഗ്വാനൈലിക് ആസിഡ്, സൈറ്റിഡിലിക് ആസിഡ്, യൂറിഡിലിക് ആസിഡ്. ഓക്കെ, അതാണ് അതിന്റെ സിംഗിൾ യൂണിറ്റ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. Now if you see the bases it is making the pairs. രണ്ട് bases തമ്മിൽ എപ്പോഴും pair ഉണ്ടാക്കും. That is making pair that is with hydrogen bond. Adenine always pair with thymine, guanine always pair with cytosine. അത് അങ്ങനെ pair ആവണമെങ്കിൽ the bases it should be arranged in face to face manner. അത് face to face ആയിട്ട് arrange ചെയ്യണം. Because of that this strands, DNA strands, it will be running anti-parallelly. So one if it is running 5' 3' ഡയറക്ഷൻ കണ്ട ഇവിടെ ഒരു സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. അതിന് 5' എൻഡ് ഇവിടെ ഫ്രീ ആണ്, ഇവിടെ 3' എൻഡ് ഫ്രീ ആണ്. ഈ 3' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിലാണ് നെക്സ്റ്റ് ന്യൂക്ലിയോടൈഡ് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 5' എൻഡ് ഫ്രീ ആയത് ഈ എൻഡിന് നമ്മൾ 5' എൻഡെന്നും ഈ എൻഡിന് നമ്മൾ 3' എൻഡ് എന്നാണ് പറയുക കേട്ടോ. ഇവിടെ അഡിനൈൻ ഇവിടെയാണ് ആഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ തൈമിൻ ദാ ഇങ്ങോട്ട് ആഡ് ചെയ്യണം. സോ ദിസ് വിൽ ബിക്കം ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് ഇങ്ങനെ വന്നാലാണ് ഇവിടെ വന്ന് തൈമിൻ അറ്റാച്ച് ചെയ്യും. ഈ തൈമിനിലേക്ക് അഡിനിനെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് ദ ഫസ്റ്റ് കാർബൺ ഓഫ് ഇറ്റ്, ദിസ് ഇസ് ദ സെക്കൻഡ് കാർബൺ ഓഫ് ഇറ്റ്, ആൻഡ് ദിസ് ഇസ് ദ തേർഡ് കാർബൺ ഓഫ് ഇറ്റ്. സോ ദ തേർഡ് കാർബൺ ഇറ്റ് വിൽ ബി if this is the way if it is arranging this direction. sorry ഇവിടെയാണ് കേട്ടോ ഞാൻ വരച്ചത് തെറ്റിപ്പോയത്. ഇതാണ് അതിന്റെ ഫസ്റ്റ് കാർബൺ ആറ്റം, ഇതതിന്റെ സെക്കൻഡ് കാർബൺ ആറ്റം, ഇതതിന്റെ തേർഡ് കാർബൺ ആറ്റം, ദിസ് ഇസ് ഫോർത്ത്. ഇവിടെയാണ് ഫസ്റ്റ് കാർബൺ ആറ്റം വരിക. സോ ഹിയർ വി ക്യാൻ സി ദ ഫസ്റ്റ് കാർബൺ ആറ്റം ഇറ്റ് വിൽ മേക്ക് പെയർ ഹിയർ. ഈ ഫസ്റ്റ് കാർബൺ ആറ്റം ആണ് ഇവിടെ പെയർ ആയിട്ട് ഡെവലപ്പ് ചെയ്യും, ഈ പെയർ ഫോം ചെയ്യുന്നത്. സോ ഹിയർ ദിസ് തേർഡ് കാർബൺ ആറ്റം ഇറ്റ് വിൽ ബി ഹാവിംഗ് എ ഹൈഡ്രോക്സിലിക് എൻഡ് വിച്ച് വിൽ ബി ഫ്രീ. ഇനി ഇവിടെയുള്ള CH2OH ഇതാണ് ഒരു ഫോസ്ഫോറിക് ആസിഡുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. ദിസ് ഇസ് ഫിഫ്ത്ത്
carbon atom. So this will be running in this direction. ഇവിടെ 3 prime end free ആയിരിക്കും, ഇവിടെ 5 prime end free ആയിരിക്കും. So that will be running in 5 prime 3 prime direction. അപ്പോൾ always it show anti-parallelity. Now here this 5 prime end of this phosphate group, it is attached with a phosphoester bond. ഇതിനെ phosphoester bond എന്നാ പറയാം, phosphoester bond. ഈ phosphoester bond ദാ ഇവിടെ ഉണ്ടാവും, അതേപോലെ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ രണ്ട് ന്യൂക്ലിയോടൈഡിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ടാണ്. ഫോസ്ഫോഡൈഎസ്റ്റർ ബോണ്ടാണ് രണ്ട് ന്യൂക്ലിയോടൈഡിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. സോ it will be running in anti-parallel direction, that is 5 prime 3 prime direction and 3 prime 5 prime direction, and we can see the nucleotides are joined together by phosphodiester bond. One nucleotide, it consists of phosphodiester bond where the phosphate group is attached. Now we can see the backbone of the DNA, that is nothing but the sugar and phosphate. See here, the sugar and phosphate, this is the backbone of DNA, and this bases, it is protruding inside. Bases എപ്പോഴും ഉള്ളിലേക്ക് പ്രൊട്രൂഡ് ചെയ്ത് കാണുകയാണ് ചെയ്യുക. പക്ഷേ ഇവിടെ ഇതാണ് അതിൻ്റെ backbone എന്ന് പറയുന്നത്. So sugar phosphate backbone is seen in the case of nucleic acid. ഇനി RNAയുടെ കേസിലാണെങ്കിൽ ന്യൂക്ലിയോടൈഡ്സിൽ അതിൻ്റെ സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആയിരിക്കും കാണുക, അതായത് റൈബോ ഷുഗർ ആയിരിക്കും ഉണ്ടാവുക. ഈ റൈബോ ഷുഗർ അതിൻ്റെ സ്റ്റെബിലിറ്റി കുറയ്ക്കും. അതേപോലെ തന്നെ തൈമിൻ്റെ സ്ഥാനത്ത് അവർക്ക് യുറാസിലായിരിക്കും ഉണ്ടാവുക. They will not normally make the double stranded structure. They will be single stranded structure. Double stranded structure കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കില്ല എന്ന് പറയാൻ പറ്റില്ല. If there is a complementarity seen in any part of the chain, there is a tendency of making the double stranded structure. ഇനി ഇത്രയൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ അസിഡിക് നേച്ചറുള്ള DNA ആദ്യം കണ്ടുപിടിച്ചത് ഈ മെൻഡലിൻ്റെ എക്സ്പെരിമെൻ്റ് ഒക്കെ നടക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ്. 1869 ഈ അസിഡിക് സബ്സ്റ്റൻസ്, അതായത് ന്യൂക്ലിയസിലുള്ള അസിഡിക് നേച്ചറുള്ള ഒരു സബ്സ്റ്റൻസ് ഉണ്ടെന്നും അതിനെ ന്യൂക്ലിയൻ എന്നും വിളിച്ചത് ഫ്രെഡറിക് ബീഷർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. 1869 അദ്ദേഹം കണ്ടുപിടിച്ചത്. ഓക്കെ, ഇതിനെ ഇൻടാക്റ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്തെടുക്കാനുള്ള ആ ഡിഫിക്കൽട്ടി കൊണ്ട് DNA സ്ട്രക്ചർ എലൂസിഡേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ട് തന്നെ നിലനിന്നു. 1953 ജെയിംസ് വാട്സണും അതുപോലെ തന്നെ ഫ്രാൻസിസ് ക്രിക്കും കൂടി എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ, മോറിസ് വിൽക്കിൻസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റും റോസ്ലിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റും കൂടി DNA എക്സ്റേ ഡിഫ്രാക്ഷൻ ഡാറ്റ കണ്ടുപിടിച്ചു. അതിൽ നിന്ന് ഈ DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ എലൂസിഡേറ്റ് ചെയ്ത സയൻറ്റിസ്റ്റ് വാട്സൺ ആൻഡ് ക്രിക്കാണ്, ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്കാണ് കേട്ടോ. അത് അവരുടെ ഒരു ഹോൾമാർക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ബേസ് പെയറിംഗ് കറക്റ്റായിട്ട് കണ്ടു. വൺ ഓഫ് ദ ഹോൾമാർക്ക് ഓഫ് ദെയർ പ്രൊപ്പോസിഷൻ വാസ് ബേസ് പെയറിംഗ് ബിറ്റ്വീൻ ദ ടു സ്ട്രാൻഡ്സ് ഓഫ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ. അതുകൊണ്ട് തന്നെ എർവിൻ ചാർഗോഫ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അദ്ദേഹം പറഞ്ഞു, അഡിനിൻ എത്രയുണ്ടോ അത്രയും തൈമിനുണ്ട്, ഗ്വാനിൻ എത്രയുണ്ടോ അത്രയും സൈറ്റോസിനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു കോംപ്ലിമെന്റാരിറ്റിയാണ്. അഡിനിൻ wherever it comes it will pair with thymine, and guanine wherever it comes it pair with cytosine. So here we can see adenine it make 2 hydrogen bond, guanine it make 3 hydrogen bond. അഡിനിനും തൈമിനും കൂടുതലുള്ള DNA-യിൽ സ്റ്റെബിലിറ്റി കുറച്ച് കുറവായിരിക്കും, അതായത് അവരുടെ മെൽറ്റിംഗ് പോയിന്റ് കുറച്ച് കുറവായിരിക്കും. ഗ്വാനിനും സൈറ്റോസിനും ആണെങ്കിൽ അവിടെ മെൽറ്റിംഗ് പോയിന്റ് കുറച്ച് കൂടുതലായിരിക്കും. ഇനി ചാർഗോഫ്സ് റൂൾ അനുസരിച്ച് A+G divided by T+C is equal to 1 എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് A+G is equal to T+C. അതായത് A എത്രയുണ്ടോ അത്ര T ഉണ്ട്, G എത്രയുണ്ടോ അത്ര C ഉണ്ട്. So here its ratio if we take, that will be equal number, that is equal to 1 we can see. Okay, ഇനി പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ്റെ ഒരു യുണീക്ക് പ്രോപ്പർട്ടി തന്നെയാണ് ബേസ് പെയറിംഗ് എന്ന് പറയുന്നത്. അവർ രണ്ടും കോംപ്ലിമെൻ്ററി ആയതുകൊണ്ടാണ് അഡിനിൻ തൈമിനുമായിട്ട് ബേസ് പെയർ ചെയ്യുന്നത്, അതുപോലെ ഗ്വാനിൻ സൈറ്റോസിനുമായിട്ട് ബേസ് പെയർ ചെയ്യുന്നത്. അഡിനിൻ അതൊരു പ്യൂരിനാണ്, തൈമിൻ അതൊരു പിരിമിഡിനാണ്. പ്യൂരിൻ എപ്പോഴും ടു റിംഗ് സ്ട്രക്ചർ ആയിരിക്കും, പിരിമിഡിൻ എപ്പോഴും സിംഗിൾ റിംഗ് സ്ട്രക്ചർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു DNA-യുടെ ബാക്ക് ബോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രാൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന ബേസ് പെയേഴ്സ് നോക്കിയാൽ 3 റിംഗ് സ്ട്രക്ചർ ആയിരിക്കും എപ്പോഴും അതിൻ്റെ ഉള്ളിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് കാണുന്നത്. സോ ദ ഡയമീറ്റർ ഓഫ് ദ DNA ഓൾവേസ് ഇറ്റ് വിൽ ബി കോൺസ്റ്റന്റ്, ഇറ്റ് വിൽ ബി അറൌണ്ട് 2 നാനോമീറ്റർ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ബേസ് പെയറിംഗ് കൊണ്ടാണ്, പ്യൂരിൻ പിരിമിഡിൻ ബേസ് പെയറിംഗ് കൊണ്ടാണ് കേട്ടോ.
അതുപോലെ തന്നെ ഇഫ് വി നോ വൺ സ്ട്രാൻഡ് ഓഫ് ദ ഡി എൻ എ, ഒരു ഡി എൻ എയുടെ ഒരു സ്ട്രാൻഡ് നമുക്കറിയാമെങ്കിൽ വി ക്യാൻ ഈസിലി സിന്തസൈസ് ദ അതർ സ്ട്രാൻഡും. മറ്റേ സ്ട്രാൻഡ് ഈസി ആയിട്ട് സിന്തസൈസ് ചെയ്യാം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കോംപ്ലിമെൻറ്റാരിറ്റി കൊണ്ട് ആണ് കേട്ടോ. ഇനി ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് ഡി എൻ എയുടെ കുറേ സലിയൻ ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 പോളിന്യൂക്ലിയോടൈഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് ഡി എൻ എ. അവരുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഷുഗർ ഫോസ്ഫേറ്റ് ആണ്. ബേസസ് ഉള്ളിലേക്ക് പ്രോജക്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അതുപോലെ 2 ചെയിൻസും ആൻറ്റി പാരലലി റൺ ചെയ്യുന്നതാണ്. ഒന്ന് 5' 3' ഡയറക്ഷനിലാണെങ്കിൽ അനദർ സ്ട്രാൻഡ് ഇറ്റ് വിൽ ബി 3' 5' ഡയറക്ഷൻ. ഓക്കെ, അതേപോലെ തന്നെ 2 ബേസ് അതിൻ്റെ ഉള്ളിലേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന ബേസസ് തമ്മിൽ പെയേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വിത്ത് ഹൈഡ്രജൻ ബോണ്ട്. അഡിനിൻ്റെയും അഡിനിൻ്റെയും തൈമിൻ്റെ ഇടയിൽ 2 ഹൈഡ്രജൻ ബോണ്ടും ഗാനിൻ്റെയും സൈറ്റോസിൻ്റെ ഇടയിൽ 3 ഹൈഡ്രജൻ ബോണ്ട്സുമാണ് ഉള്ളത്. അഡിനിൻ തൈമിൻ ഇറ്റ് വിൽ ബി മോർ ഇൻ ദ കേസ് ഓഫ് യൂകാരിയോട്ടിക് ഓർഗാനിസം ആസ് കമ്പയർഡ് ടു ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. അതുകൊണ്ട് തന്നെ A+T G+C റേഷ്യോ എടുത്താൽ ഓരോ ഓർഗാനിസത്തിലും കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏകദേശം ഈക്വൽ, ഏകദേശം ഒരു കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ടാകും. അത് ഹ്യൂമൻ ബീങ്സിൽ എടുത്ത് നോക്കിയാൽ 1.55 ആണ് അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ റേഷ്യോ എന്ന് പറയുന്നത്. അതേപോലെ എസ്ക്രീഷ്യ കൊള എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് 0.9 ആണ് അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ റേഷ്യോ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്വാനിൻ സൈറ്റോസിനാണ് അവർക്ക് കൂടുതലുള്ള അഡിനിൻ തൈമിനേക്കാൾ. ഓക്കെ, അതുപോലെ ഇവർ ഞാൻ പറഞ്ഞു എപ്പോഴും പ്യൂരിൻ പിരമിഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്നതുകൊണ്ട് അവിടെ 3 റിംഗ് സ്ട്രക്ചർ ആയിരിക്കും ഉള്ളിലേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഡയമീറ്റർ ആയിട്ട് കാണാം. അതിൻ്റെ ഡയമീറ്റർ കോൺസ്റ്റന്റ് ആയിരിക്കും. അത് 2 നാനോമീറ്റർ ആയിരിക്കും. 2 ചെയിൻസ് കോയിൽ ചെയ്തേക്കുന്ന റൈറ്റ് ഹാൻഡഡ് ഫാഷനിലാണ്. അതിൻ്റെ ഓരോ പിച്ചിൻ്റെയും അതൊരു സ്പൈറൽ സ്റ്റെയർ കേസ് പോലെ അതിൻ്റെ ഓരോ സ്പൈറൽ, അതായത് 360 ടേൺ ചെയ്യുമ്പോഴും 3.4 നാനോമീറ്റർ ആയിരിക്കും അതിൻ്റെ ലെങ്ത് വന്നിട്ട്. അതേപോലെ ആ ഓരോ സ്പൈറൽ സ്റ്റെയർ കേസിൽ അല്ലെങ്കിൽ ഓരോ എന്താ പറയുക പിച്ചിലും വന്നിട്ട് 10 ബേസ് പെയർസ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ 2 ബേസ് പെയറിൻ്റെ ഇടയ്ക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത് 0.34 നാനോമീറ്റർ ആണ്. ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത് 1 ബില്യൺത്ത് ഓഫ് എ മീറ്റർ ആണ്. അതായത് 10⁻⁹ മീറ്റർ ആണ് ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത്. ഇനി ചില ടെക്സ്റ്റ് ബുക്കിൽ നാനോമീറ്ററിന് പകരം ആങ്സ്ട്രോം കൊടുത്തിട്ടുണ്ട്. അതായത് 2 ബേസ് പെയർസിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3.4 ആങ്സ്ട്രോം. അതേപോലെ ഒരു പിച്ചിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 34 ആങ്സ്ട്രോം ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആങ്സ്ട്രോം എന്ന് പറയുന്നത് 10⁻⁻10 മീറ്റർ ആണ് 1 ആങ്സ്ട്രോം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഈ ബേസസ് വെൻ ഇറ്റ് ഈസ് സീൻ പ്രൊട്രൂഡ് ഇൻസൈഡ് ദ 2 ഹെലിക്കൽ സ്ട്രാൻഡ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൽ ഇതിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്, അതായത് ഡി എൻ എയുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്നത് അഡിനിൻ്റെയും തൈമിൻ്റെയും ഗ്വാനിൻ്റെയും സൈറ്റോസിൻ്റെ ഹൈഡ്രജൻ ബോണ്ടും അതേപോലെ തന്നെ ബേസ് സ്റ്റാക്കിങ്ങും ആണ് കേട്ടോ. ഇതൊരു ചോദിച്ച ക്വസ്റ്റൻ ആണ്. ബേസ് സ്റ്റാക്കിംഗ് ഓൾസോ വിൽ ഗീവ് ദ സ്റ്റെബിലിറ്റി ടു ദ ന്യൂക്ലിക് ആസിഡ്. ബിക്കോസ് ബേസ് സ്റ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് റിംഗ് സ്ട്രക്ചറാണ്. ഒരു റിംഗ് അതിൻ്റെ മറ്റേ റിങ്ങിൻ്റെ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന രീതിയിലായിരിക്കും അതിൻ്റെ സ്റ്റാക്കിംഗ് വന്നിട്ട്, ബേസ് സ്റ്റാക്കിംഗ് അപ്പിയറൻസ്. Okay, now the proposition of a double helical structure for DNA and its simplicity in explaining the genetic implication became revolutionary. അതായത് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൻ്റെ പ്രൊപ്പോസിഷനും അതുപോലെ തന്നെ അതിൻ്റെ സിംപ്ലിസിറ്റിയും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ജനറ്റിക് ഇംപ്ലിക്കേഷൻസ് ബേസിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. ഫ്രാൻസിസ് ക്രിക്ക് പ്രപ്പോസ് ചെയ്താണ് സെൻട്രൽ ഡോഗ്മ ആൻഡ് മോളിക്കുലർ ബയോളജി. അതായത് ഇതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ കോംപ്ലിമെൻറ്റാരിറ്റി കൊണ്ട്. which states that the genetic information it will be passing from DNA to RNA, RNA to protein. They said DNA ക്ക് replication നടന്ന DNA തന്നെ ഉണ്ടാവാൻ during the cell division. DNA transcribe ചെയ്ത എക്സ്പ്രഷൻ്റെ സമയത്ത് mRNA ആയിട്ട് മാറാം. mRNA മെസ്സഞ്ചർ RNA ആണ്. It gives message for the protein synthesis. mRNA will undergo translation process to become as a protein. ഈ entire പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി. സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലർ ബയോളജി. ഇനി RNA ന്ന് DNA ഉണ്ടാവാം കേട്ടോ. ചില വൈറസസിൻ്റെയൊക്കെ കേസിൽ RNA വൈറസസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് അത് DNA ഉണ്ടാക്കാനുള്ള ഒരു ഫെസിലിറ്റി അവരുടെ സെല്ലിൻ്റെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രോട്ടീൻ കോട്ടിൻ്റെ ഉള്ളിലുണ്ട്. അതിനുള്ള എൻസൈംസ് ഒക്കെ അവർക്ക് സിന്തസൈസ് ചെയ്യാനുള്ള കഴിവോ ഹോസ്റ്റിൻ്റെ പ്രസൻസിൽ സിന്തസൈസ് ചെയ്യാനുള്ള കഴിവോ അല്ലെങ്കിൽ അത് റെഡിമെയ്ഡ് ആയിട്ടോ ഇരിക്കുന്നുണ്ടാവും. അങ്ങനത്തെ എൻസൈമിനെ നമ്മൾ പറയുന്നതാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം. ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ. ഇത് നമ്മുടെ HIV വൈറസിലൊക്കെ കാണുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള പാക്കേജിംഗ് ഓഫ് DNA ഡബിൾ ഹെലിക്കൽ
ഹെലിക്കൽ സ്ട്രക്ചറാണ്, DNA ഹെലിക്സ്. നമ്മുടെ രണ്ട് ബേസ് പെയർസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.34 നാനോമീറ്റർ ആണ് അല്ലേ, 0.34 × 10⁻⁹ മീറ്റർ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ടോട്ടൽ DNA ലെങ്ത് എത്രമാത്രമായിരിക്കുന്നത്? 6.6 × 10⁹ ബേസ് പെയർസ് ആണ് നമ്മുടെ ടോട്ടൽ DNA ലെങ്ത് എന്ന് പറയുന്നത്, ഇൻറ്റു 0.34 × 10⁻⁹ മീറ്റർ പെർ ബേസ് പെയർ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2.2 മീറ്റേഴ്സ് കിട്ടും. നമ്മുടെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സെല്ലിൻ്റെ ഉള്ളിൽ, സബ് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് ഈ 2.25 മീറ്ററോളം DNA ഇരിക്കുന്നത്. അപ്പോൾ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോമിലായിരിക്കും അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ പാക്കേജിങ് ഓഫ് ദ DNA ഇൻ ദ ന്യൂക്ലിയസ്. ഇനി എസ്ക്രീഷ്യ കൊളയുടെ DNA ലെങ്ത് 1.36 മില്ലിമീറ്റർ ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ബേസ് പെയർസ് ഉണ്ടാവും അതിനകത്ത് നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.36 മില്ലിമീറ്ററിനെ ആദ്യം നാനോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. 1.36 × 10⁻7 നാനോമീറ്റർ വിൽ ബി 1.36 millimeter അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 10�6 നാനോമീറ്റർ ആയിരിക്കും കേട്ടോ. കാരണം എന്താ വെച്ചാൽ 1 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 10⁻³ മീറ്റർ ആണ്. അതായത് 10⁻³ മില്ലിമീറ്റർ ആണ് 1 മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 1.36 × 10⁻6 നാനോമീറ്റർ ആയിരിക്കും ഈ പറയുന്ന എസ്ക്രീഷ്യ കൊളയുടെ ലെങ്ത്, എസ്ക്രീഷ്യ കൊളയുടെ DNA ലെങ്ത്. അതിന് 0.34 നാനോമീറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ we will get how much will be the number of nucleotide present in it. അത്രയായിരിക്കും, that will be around 4.6 × 10⁻6 base pairs. അതേപോലെ എസ്ക്രീഷ്യ കൊളയ്ക്കൊന്നും ഡിഫൈൻ ന്യൂക്ലിയസ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ അതിൻ്റെ ന്യൂക്ലിക് ആസിഡ് സ്കാറ്റർ ചെയ്തിട്ടാണ് കാണുക. പക്ഷേ അത് കംപ്ലീറ്റ് സ്കാറ്റർ ചെയ്തിട്ടും ആയിരിക്കില്ല കാണുക. ദാറ്റ് വിൽ ബി വൈൻഡ് ഓൺ ദ സർഫസ് ഓഫ് സർട്ടൻ പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻ. ഇവിടെ പോസിറ്റീവ് ഹെൽഡ് വിത്ത് സം പ്രോട്ടീൻ ദാറ്റ് ഹാവ് പോസിറ്റീവ് ചാർജ് എന്ന് അവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് അതിനെക്കുറിച്ച് ബേസിക് അമൈൻസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി കറക്റ്റായിട്ട്. അതായത് ബേസിക് അമൈൻസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ചാർജ്ഡ് അമൈൻസ്, ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ വൈൻഡിങ് ദ DNA ഓൺ ഇറ്റ് സർഫസ്. എന്നിട്ട് അത് ഫോം ചെയ്യുന്ന ന്യൂക്ലിയസ് അല്ല, ന്യൂക്ലിയോയിഡ് ആണ്, അല്ലെങ്കിൽ ക്രോമാറ്റിൻ ത്രെഡ് അല്ല, ന്യൂക്ലിയോയിഡ് ആണ്. അതുപോലെ DNA ഇൻ ന്യൂക്ലിയോയിഡ് ഈസ് ഓർഗനൈസ്ഡ് ഇൻ ലാർജ് ലൂപ്സ് ഹെൽഡ് ബൈ പ്രോട്ടീൻ. അത് കുറേ ലൂപ്സ് ആയിട്ടായിരിക്കും ഈ പറയുന്ന പ്രോക്യാരിയോട്സിൻ്റെ ഉള്ളിൽ കാണുക. ഇനി യൂക്യാരിയോട്ടിക് ഓർഗാനിസത്തിൻ്റെ കേസിൽ ഓർഗനൈസേഷൻ വന്നിട്ട് മച്ച് കോംപ്ലക്സ് ആയിരിക്കും. അതിനെ അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു ബേസിക് പ്രോട്ടീൻ ഉണ്ട്, ആ പ്രോട്ടീൻ്റെ പേരാണ് ഹിസ്റ്റോൺ എന്ന് പറയുന്നത്. ഈ ഹിസ്റ്റോൺ പ്രോട്ടീനിന് ഒരുപാട് പോസിറ്റീവ്ലി ചാർജ്ഡ് അമിനോ ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ അതൊരു ബേസിക് പ്രോട്ടീനായിട്ട് ആക്ട് ചെയ്യും. അതിനകത്ത് കാണുന്ന മേജർ അമിനോ ആസിഡ് എന്ന് പറയുന്നത് ലൈസിനും അർജിനൈനുമാണ്. ലൈസിനും അർജിനൈനും എന്താണ്, ബേസിക് അമിനോ ആസിഡാണ്. അതുപോലെ തന്നെ ഹിസ്റ്റോൺ അതിന് H1, H2A, H2B, H3 ആൻഡ് H4 എന്ന് പറഞ്ഞാൽ 5 തരത്തിലുള്ള സബ് യൂണിറ്റ്സ് ഉണ്ട്. ഇതിനകത്ത് 4 സബ് യൂണിറ്റ് കൂടിയിട്ട് ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാക്കും. ഹിസ്റ്റോൺ ഒക്ടാമർ എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, നമ്മളൊരു 4 ബോൾ, അത് എന്താണ് 4 ബോൾ ഇങ്ങനെ ബേസിൽ അറേഞ്ച് ചെയ്ത് അതിൻ്റെ മേലെ 4 ബോൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സ്ട്രക്ചറാണോ അതാണ് ഹിസ്റ്റോൺ ഒക്ടാമറിൻ്റെ സ്ട്രക്ചർ. അതിന് നമുക്ക് ന്യൂ ബോഡി എന്നും പറയാം, NUBODY, NU ബോഡി. അതേപോലെ തന്നെ H1 അതുണ്ടാക്കുന്ന H2A-ൻ്റെ 2 കോപ്പിയും H2B-ൻ്റെ 2 കോപ്പിയും H3-ൻ്റെ 2 കോപ്പിയും H4-ൻ്റെ 2 കോപ്പിയും വെച്ചിട്ടാണ് ഹിസ്റ്റോൺ ഒക്ടാമർ ഉണ്ടാക്കുന്നത്. ഇനി H1 വിച്ച് ഈസ് പ്രസന്റ് ദെയർ ആക്ട് ആസ് എ ലിങ്കർ മോളിക്യൂൾ. അതൊരു ലിങ്ക്, അതായത് DNA തമ്മിൽ ഇതിനെ ഹിസ്റ്റോൺ പ്രോട്ടീൻ്റെ മേലെ വൈൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു DNA ഒരു സ്ട്രാൻഡ് വരുമ്പോൾ അതിനെ പിടിച്ച് ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ ഇത് നോക്കിക്കേ, ഇതാണ് ഹിസ്റ്റോൺ H1 ഹിസ്റ്റോൺ എന്ന് പറയുന്നത്. ഇത് H2A, H2B, H3, H4-ൻ്റെ ഡൈമർ കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒക്ടാമറാണ് ഈ കാണിച്ചേക്കുന്നത്. ഈ ഇത്രയും സാധനത്തിനാണ് നമ്മൾ ന്യൂ ബോഡി എന്ന് പറയുന്നത് വിത്ത് DNA. അതായത് ഇതിൻ്റെ ഈ ഒക്ടോബറിന് ന്യൂ ബോഡി എന്ന് പറയും. ന്യൂ ബോഡിയുടെ മേലെ ക്രോമസോം ചുറ്റി കഴിയുമ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയോസോം. ഓക്കെ, ക്രോമസോം അല്ല, DNA ഏകദേശം 200 ബേസ് പെയർ ആണ് ഈ H1-ലും അതുപോലെ ഹിസ്റ്റോൺ ഒക്ടാമറിലും കൂടി കാണുന്നത്. അതിനകത്ത് 146ഓളം ബേസ് പെയർ കാണുന്നത് ഈ പറയുന്ന ഹിസ്റ്റോൺ ഒക്ടാമറിലാണ്. ഞാൻ ഏകദേശം നമ്പറാണ് പറഞ്ഞത് കേട്ടോ, എക്സാക്ട്ലി അതൊന്നുമല്ല, എല്ലാത്തിലും ഒരേപോലെ തന്നെ കാണാൻ നിർബന്ധമില്ല. ഏകദേശം 146 ബേസ് പെയർസ് ഈ പറയുന്ന ഹിസ്റ്റോൺ ഒക്ടാമറിൽ അല്ലെങ്കിൽ ന്യൂ ബോഡിയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇതിനകത്ത് കാണുന്ന 54 ന്യൂക്ലിയോടൈഡ് ആണ്, ഏകദേശം 54 ന്യൂക്ലിയോടൈഡ് ആയിരിക്കും ലിങ്കർ മോളിക്യൂളിൽ കാണുന്നത്. ലിങ്കർ മോളിക്യൂളിൽ കാണുന്ന DNA ലിങ്കർ
DNA എന്നാണ് നമ്മൾ പറയാം. ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ന്യൂക്ലിയോസോം എന്ന് പറയും. ഇതേപോലെ കുറേ ന്യൂക്ലിയോസോംസ് കൂടി ഒരു ബീഡ്സ് ഓൺ എ സ്ട്രിങ് സ്ട്രക്ചർ പോലെ ആയിരിക്കും കാണുക ഈ പറയുന്ന ന്യൂക്ലിക് ആസിഡ് നമ്മുടെ ബോഡിയിൽ, നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ. അതിന് നമ്മൾ ക്രോമാറ്റിൻ ത്രെഡ് എന്നാണ് പറയാം. ബീഡ്സ് ഓൺ എ സ്ട്രിങ് സ്ട്രക്ചർ നമ്മൾ ക്രോമാറ്റിൻ ത്രെഡ് എന്നാണ് പറയാം. എത്ര ന്യൂക്ലിയോസോംസ് നമ്മുടെ കംപ്ലീറ്റ് DNA ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നമുക്കറിയാം 6.6 × 10⁹ ബേസ് പെയർസ് ഉണ്ട്. ഓരോ 200 ബേസ് പെയറും ഓരോ ന്യൂക്ലിയോസോമിലും അതിൻ്റെ ലിങ്ക് DNA കാണും അല്ലേ. അപ്പോൾ എത്രയാവും? 6.6 × 10⁹ ഡിവൈഡഡ് ബൈ 200 ന്യൂക്ലിയോസോംസ് വിൽ ബി പ്രസന്റ് ഇൻ എ കംപ്ലീറ്റ് ക്രോമാറ്റിൻ ത്രെഡ് ഓഫ് ഹ്യൂമൻ DNA. ഹ്യൂമൻ DNAയുടെ കംപ്ലീറ്റ് അതായത് ഹ്യൂമൻ ന്യൂക്ലിയസിൻ്റെ കംപ്ലീറ്റ് DNA എടുത്തു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ന്യൂക്ലിയോസോം ഉണ്ടാവും എന്ന് ചോദിച്ചാൽ 6.6 × 10⁹ ഡിവൈഡഡ് ബൈ 200 നോക്കിയാൽ മതി. ഓക്കെ, ഇനി സെൽ ഡിവിഷൻ്റെ സമയത്ത് മെറ്റാഫേസ് സ്റ്റേജിൽ വി നോ ദിസ് ക്രോമാറ്റിൻ ത്രെഡ് അഗെയിൻ ഇറ്റ് വിൽ അണ്ടർഗോ ഫർദർ കോയിലിംഗ് ദാറ്റ് ഈസ് ഓൺ ദ സർഫസ് ഓഫ് അനദർ പ്രോട്ടീൻ കോൾഡ് ആസ് നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻ. ഈ നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻ ഇത് സെൽ ഡിവിഷൻ്റെ സമയത്ത് മാത്രം എക്സ്പ്രസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ വെൻ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൂസ്ലി പാക്ഡ് സ്ട്രക്ചർ ടിപ്പിക്കൽ ന്യൂക്ലിയസിൽ ക്രോമാറ്റിൻ ത്രെഡിനകത്ത് ചില ഭാഗം ലൂസ്ലി പാക്ക് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തേക്കുന്നത്, ചിലത് ടൈറ്റ്ലി പാക്ഡ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്തേക്കുന്നത്. ലൂസ്ലി പാക്ഡ് ആയിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നതിൽ സ്റ്റെയിൻ വളരെ കുറച്ചെടുക്കുള്ളൂ, അതുകൊണ്ട് ലൈറ്റ് ഇൻ കളർ ആയിരിക്കും. ഡെൻസ്ലി പാക്ഡ് റീജിയനിൽ സ്റ്റെയിൻ ഒരുപാട് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് അത് ഡാർക്ക് ഇൻ കളറായിരിക്കും. ലൂസ്ലി പാക്ഡ് റീജിയൻ നമ്മൾ യു ക്രോമാറ്റിൻ എന്ന് പറയും. യു ക്രോമാറ്റിൻ റീജിയനിലെ ജീൻസ് എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫങ്ഷണൽ ആയിട്ടുള്ള ജീൻ ഇരിക്കുന്നതായിരിക്കും. ഹെട്രോക്രോമാറ്റിൻ എന്ന് പറയുന്ന റീജിയനിൽ ജീൻസ് സാധാരണ എക്സ്പ്രസ് ചെയ്യാറില്ല. എക്സ്പ്രസ് ചെയ്യുന്ന ജീൻ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ലക്ഷറി ജീൻസ് ആയിരിക്കും, റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന, ആവശ്യത്തിന് മാത്രം എക്സ്പ്രസ് ചെയ്യുന്ന, വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കും ഈ പറയുന്ന ഹെട്രോക്രോമാറ്റിൻ റീജിയനിൽ. ഇനി നമ്മൾ ഈ ഹെട്രോക്രോമാറ്റിൻ റീജിയനിലൊക്കെ നമ്മൾ ഈ ക്രോമാറ്റിൻ ത്രെഡ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു സോളിനോയിഡ് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതായത് ക്രോമാറ്റിൻ ത്രെഡ് ഒന്നും കൂടെ വൈൻഡ് ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുണ്ടാവും. ഇനി ദ സെർച്ച് ഫോർ ദ ജനറ്റിക് മെറ്റീരിയൽ, ഇതിനൊക്കെ നമ്മൾ DNA ഇസ് ദ ജനറ്റിക് മെറ്റീരിയൽ എന്നാണ് പറഞ്ഞത്. പക്ഷേ എങ്ങനെയാണ് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കണ്ടുപിടിച്ചത്? നമുക്കറിയാം ന്യൂക്ലിയൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഫ്രെഡറിക് മീഷർ 1869 കണ്ടുപിടിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് 1969 ജനറ്റിക് ഇൻഹെറിറ്റൻസ് മോളിക്കുലാർ ലെവലിലേക്ക് എത്തിയത് വെച്ചിട്ട് നമ്മൾ പ്രീവിയസ് ഡിസ്കവറി വെച്ച് മെൻഡലിൻ്റെയും സക്ടൻ്റെയും TH മോർഗൻ്റെ ഒക്കെ ഡിസ്കവറി വെച്ചിട്ട് ആ ഒരു ജനറ്റിക് മെറ്റീരിയൽ ഇറ്റ് സ്റ്റഡി ഹാസ് നാരോ ടു ദ ക്രോമസോം ലെവൽ. ക്രോമസോം ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ക്രോമസോമാണ് ഇതിനെ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന എന്ന ഒരു ഇതിലേക്ക് കൺക്ലൂഡ് ചെയ്ത് 1926 അത് കഴിഞ്ഞിട്ട് ആ ക്രോമസോമിൻ്റെ ഉള്ളിലുള്ള ഏതായിരിക്കണം ആക്ച്വലി ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്? നമുക്കറിയാം ക്രോമസോമിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഹിസ്റ്റോൺ പ്രോട്ടീൻ ഉണ്ട്, അതേപോലെ തന്നെ DNA ഉണ്ട്, അതേപോലെ DNA ട്രാൻസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്ന RNA ഉണ്ട്. അപ്പോൾ ഈ 3 പാർട്ടിക്കിൾസ് അതിനകത്തുണ്ട്. ഇതിനകത്ത് ഏതാണ് ആക്ച്വൽ ജനറ്റിക് മെറ്റീരിയൽ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫ്രെഡറിക് ഗ്രിഫിത്ത് 1928 ഒരു എക്സ്പെരിമെന്റ് നടത്തി. അദ്ദേഹം എക്സ്പെരിമെന്റ് നടത്തിയത് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്ന ഓർഗാനിസത്തിലാണ്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ 2 തരത്തിലുള്ള സ്ട്രെയിൻ അദ്ദേഹത്തിന് കിട്ടി. ഒന്ന് സ്മൂത്ത് കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരുന്നു, ഒന്ന് റഫ് കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരുന്നു. ഈ സ്മൂത്ത് കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയയുടെ സർഫസ് വളരെ സ്മൂത്ത് ആയിട്ടായിരുന്നു കാണുന്നത്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ മ്യൂക്കസ് കോട്ട് പോളിസാക്രൈഡിന്റെ ഒരു മ്യൂക്കസ് കോട്ട് അവർക്കുള്ളത് കൊണ്ടാണ് അത് സ്മൂത്ത് ആയിട്ടിരുന്നത്. R സ്ട്രെയിൻ ബാക്ടീരിയയ്ക്ക് പോളിസാക്രൈഡ് സിന്തസൈസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നില്ല. ഇനി അദ്ദേഹം സെലക്ട് ചെയ്ത S സ്ട്രെയിൻ ബാക്ടീരിയ S3 സ്ട്രെയിൻ ആണ് സെലക്ട് ചെയ്ത്. R സ്ട്രെയിൻ ബാക്ടീരിയ R2 സ്ട്രെയിൻ ആണ് അദ്ദേഹം സെലക്ട് ചെയ്ത്. ആ കറക്റ്റ് ആയിട്ടുള്ള S3 സ്ട്രെയിൻ R2 സ്ട്രെയിൻ ഓർത്തിരുന്നോളാം കേട്ടോ. ഇനി ഈ S സ്ട്രെയിൻ ബാക്ടീരിയ ഹി ഇഞ്ചെക്റ്റഡ് ഇൻ ടു മൈസ്. അദ്ദേഹം മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. ന്യൂമോണിയ ഉണ്ടാക്കുന്ന ഓർഗാനിസം ആണത്. ആ മൈസ് ചത്തുപോയി. ദെൻ ആഫ്റ്റർ ദാറ്റ് വാട്ട് ഹി ഡിഡ്, സം അതർ മൈസ് വാസ് ഇഞ്ചെക്റ്റഡ് വിത്ത് R സ്ട്രെയിൻ ബാക്ടീരിയ. ആ R സ്ട്രെയിൻ ബാക്ടീരിയ വെച്ച് ഇഞ്ചെക്ട് ചെയ്ത മൈസ് സർവൈവ് ചെയ്തു. അദ്ദേഹം പിന്നീട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറേ മൈസിനെ എടുത്തിട്ട് S സ്ട്രെയിനെ ഹീറ്റ് കില്ല് ചെയ്ത് ചൂടാക്കി കൊന്നു കളഞ്ഞു. അതായത് വിറുലൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ബാക്ടീരിയനെ കൊന്നു കളഞ്ഞതിന് ശേഷം അത് മൈസിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു. ദെൻ ആഫ്റ്റർ ദാറ്റ് ഹി കുഡ് സീ ദ ഓൾ മൈസ് ഈസ് ഏബിൾ ടു സർവൈവ്. അവർക്കൊന്നും ഡിസീസ് ഉണ്ടായില്ല. ദെൻ വാട്ട് ഹി ഡിഡ്, ദ സെയിം മൈസ് വാസ് ഇഞ്ചെക്റ്റഡ് വിത്ത് R സ്ട്രെയിൻ, ലൈവ് R സ്ട്രെയിൻ വെച്ച് ഇഞ്ചെക്ട് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കുറേ മൈസ് ചത്തുപോകുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു. ആ ചത്തുപോയ മൈസിൽ നിന്ന് ഹി കുഡ് ഐസൊലേറ്റ് ദ സ്മൂത്ത് കോളനി പ്രൊഡ്യൂസിങ് ദ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ, ഓർ he could isolate the S
സ്ട്രെയിൻ ബാക്ടീരിയ. അതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ അവിടെ ലൈവായിട്ടുള്ള ആർ സ്ട്രെയിൻ ആയിരുന്നു, പക്ഷെ ചത്തുപോയ എസ് സ്ട്രെയിനിൽ നിന്ന് എന്തോ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. സംതിങ് ഹാസ് ട്രാൻസ്ഫോംഡ് ഫ്രം ദ ആർ ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ ബാക്ടീരിയ ടു കൺവേർട്ട് ആർ സ്ട്രെയിൻ ബാക്ടീരിയ ടു എസ് സ്ട്രെയിൻ. അതാണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്താണ് ട്രാൻസ്ഫോം ചെയ്തത്, എന്തുകൊണ്ടാണ്, എന്ത് ട്രാൻസ്ഫർ ചെയ്തപ്പോഴാണ് ആ എസ് സ്ട്രെയിൻ ബാക്ടീരിയയുടെ ക്യാരക്ടർ ആർ സ്ട്രെയിന് കിട്ടിയത് എന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. ബട്ട് ഹി കുഡ് നോട്ട് ഫൈൻഡ് ദാറ്റ് ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ ഇറ്റ് ഒക്കേർഡ് ത്രൂ DNA. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അടുത്ത എക്സ്പെരിമെൻറ്റ് ആ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ വരെ അദ്ദേഹം ചെയ്തു വെച്ചോളൂ. ദെൻ ആഫ്റ്റർ ദാറ്റ് ടു ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ, എന്ത് ബയോകെമിക്കലാണ് ഇതിനകത്ത് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിൽ ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ഒബ്സർവ് ചെയ്തത്. 1933 till 1944 ആവറി, മക്ലിയോഡ്, മെക്കാർത്തി, ഈ 3 സയൻറ്റിസ്റ്റ് കൂടിയിട്ട്, അതായത് ഓസ്വാൾഡ് ആവറി, മക്ലിയോഡ്, മെക്കാർത്തി, കോളിൻ മക്ലിയോഡ് ആൻഡ് മാക്ലിൻ മെക്കാർത്തി, ഈ 3 സയൻറ്റിസ്റ്റ് കൂടിയിട്ട് ജനറ്റിക് മെറ്റീരിയൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ദേ ജസ്റ്റ് ടുക്ക് ദ ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ബാക്ടീരിയ. ഹീറ്റ് കിൽഡ് എസ്ട്രെയിൻ ബാക്ടീരിയനെ എടുത്ത് പ്രോട്ടിയേസ് എന്ന് പറയുന്ന ഒരു എൻസൈം വെച്ച് ട്രീറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് പ്രോട്ടീൻ മുഴുവൻ ചോപ്പ് ചെയ്തു. ദെൻ ആഫ്റ്റർ ദാറ്റ് they injected this heat killed strain treated with the protease to the mice with live R strain. They could see the mice, it is producing a strain bacteria again and they are dying. Some of them are dying. They could understand protein is not the genetic material which is transferring the character. Then what they did, the same strain bacteria which was treated with heat as well as protease, again they treated with RNase enzyme, and they just gave this strain bacteria which was treated with RNase and protease, and it was heat killed into a mice. Then they injected the live R strain. They could see the mice is able to survive, they are not dying. From that it is clear the strain bacteria is not produced from R strain, character from S strain is not transferred to R strain. അത് കഴിഞ്ഞിട്ട് അവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ they just took the S strain bacteria and which was treated with RNase and protease, and they treated with the DNase enzyme, as well as they treated the heat killed S strain bacteria with DNase alone. DNase മാത്രം വെച്ച് ട്രീറ്റ് ചെയ്തിട്ടും അവർ ഈ പറയുന്ന DNase വെച്ച് ട്രീറ്റ് ചെയ്ത ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള എസ് സ്ട്രെയിൻ ബാക്ടീരിയനെ മൈസിലേക്ക് കൊടുത്തു. അതിൻ്റെ ഒപ്പം ലൈവ് ആർ സ്ട്രെയിനെയും കൊടുത്തപ്പോൾ ഈ മൈസ് കുറേ എണ്ണം ചത്തുപോയതായിട്ട് അവർ കാണുകയും, അതുപോലെ തന്നെ dead organismത്തിൽ നിന്ന് they could isolate the live S strain. So from that they could understand DNA is the genetic material which is transferring the character from the heat killed S strain to the R strain bacteria. They could understand. But this was not able to accepted by many scientists. Okay. ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ശരിക്കും DNA ആണ് ഹെറിഡിറ്ററി മെറ്റീരിയൽ എന്ന് കൺക്ലൂഡ് ചെയ്തതാണ്. പക്ഷേ എല്ലാ ബയോളജിസ്റ്റും അത് കൺവിൻസ്ഡ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് DNA is the genetic material എന്നുള്ളതിന് ഒരു another confirmatory test was done. That was an unequivocal proof that DNA is the genetic material came from the experiment of Alfred Hershey and Martha Chase. ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെൻറ്റിൽ നിന്നാണ് ഇത് കൺക്ലൂഡ് ചെയ്തത് കേട്ടോ. ഈ ഡി എൻ എസും തമ്മിലുള്ള വ്യത്യാസം ഓർത്തിരുന്നോളാം. RNAs തമ്മിലുള്ള വ്യത്യാസം. DNAs എന്ന് പറഞ്ഞാൽ DNA കണ്ടത് അവിടെ കൊടുത്തേക്കുന്നുണ്ട് DNAs. അതേപോലെ തന്നെ DNAs ഇതും ഓർത്തിരുന്നോളാം. ഇതൊരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ. ഇനി 1952 ഹാർഷി ആൻഡ് ചേസ് എക്സ്പെരിമെൻറ്റ് ചെയ്തത്. അവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറസിനെ, അതായത് ഈ ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു വൈറസിനെ വെച്ചിട്ടാണ് അവർ എക്സ്പെരിമെൻറ്റ് ചെയ്തത്. അതായത് എസ്ക്രീഷ്യ കൊളൈനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു വൈറസാണ് ബാക്ടീരിയോഫേജ് T2. ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ് അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ളത്. അതായത് ബാക്ടീരിയോഫേജ് T2 ബാക്ടീരിയോഫേജിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. അതിനൊരു പ്രോട്ടീൻ കോട്ടും ഉണ്ട്. അതായത് ക്യാപ്സിഡിൻ്റെ ഉള്ളിൽ ജനറ്റിക് മെറ്റീരിയൽ ഡബിൾ സ്റ്റാൻഡേർഡ് ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്. വാട്ട് ദേ ഡിഡ്, ദേ ജസ്റ്റ് ഗ്രൂ ദ ബാക്ടീരിയ ഇൻ എ ന്യൂട്രിയൻ മീഡിയ. അവർ എസ്ക്രീഷ്യ കൊളൈനെ ഒരു ന്യൂട്രിയൻ മീഡിയയിൽ വളർത്തി. അതിനുശേഷം ദേ റേഡിയോ ലേബൽഡ് ദ സൾഫർ പാർട്ട് ഓഫ് ദ ബാക്ടീരിയോഫേജ് ആൻഡ് ദ ഫോസ്ഫേറ്റ് പാർട്ട് ഓഫ് ദ ബാക്ടീരിയോഫേജ്. അതായത് ബാക്ടീരിയോഫേജിനെ, അതായത് കുറേ ബാക്ടീരിയോഫേജിനെ എടുത്തിട്ട് അതിൻ്റെ സൾഫർ റേഡിയോ ലേബൽ ചെയ്തു. അതായത് സൾഫർ റേഡിയോ ലേബൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൾഫർ ഇരിക്കുന്നത് അതിൻ്റെ പ്രോട്ടീൻ കോട്ടിലാണ്.
ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബാക്ടീരിയോഫേജിൻ്റെ ഒക്കെ പ്രോട്ടീൻ അല്ലെങ്കിൽ ക്യാപ്സിഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ മേജർ പോർഷൻ എന്ന് പറയുന്നത് ഈ സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ് ആയിട്ടുള്ള മെത്തിയോനിൻ, സിസ്റ്റൈൻ അങ്ങനത്തെ അമിനോ ആസിഡ്സ് ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ സൾഫർ റേഡിയോ ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ ആ റേഡിയോ ലേബലിംഗ് പ്രോട്ടീൻ കണ്ടന്റിലായിരിക്കും ഉണ്ടാവുക. കുറച്ച് ബാക്ടീരിയോഫേജിനെ എടുത്തിട്ട് അതിൻ്റെ ഫോസ്ഫേറ്റിനെ റേഡിയോ ലേബൽ ചെയ്യിപ്പിച്ചു. ഫോസ്ഫോറിക് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റിനെ റേഡിയോ ലേബൽ ചെയ്യിപ്പിച്ചാൽ ആ ഫോസ്ഫേറ്റ് ഉള്ളത് പ്രോട്ടീനകത്ത് ഫോസ്ഫേറ്റ് ഇല്ല. വളരെ റെയർ ആയിട്ടുള്ള പ്രോട്ടീന് മാത്രമാണ് ഫോസ്ഫേറ്റ് ഉള്ളൂ. അവിടെ DNA-ലാണ് ഫോസ്ഫറസ് കണ്ടന്റ് ഉള്ളത്, DNA-ൽ സൾഫർ കണ്ടന്റ് ഇല്ല. സോ ദ സൾഫർ കണ്ടന്റ് ഓഫ് ദ പ്രോട്ടീൻ വാസ് റേഡിയോ ലേബൽഡ് ഇൻ സം ബാക്ടീരിയോഫേജ് ആൻഡ് ദ ഫോസ്ഫേറ്റ് കണ്ടന്റ് ഓഫ് ദ ബാക്ടീരിയോഫേജ് വാസ് റേഡിയോ ലേബൽഡ് ഇൻ സം അതർ ബാക്ടീരിയോഫേജ്. അപ്പോൾ 2 ഗ്രൂപ്പ് ബാക്ടീരിയോഫേജ് എടുത്ത് അത് ഒന്നിനെ 35S സൾഫർ റേഡിയോ ലേബൽ ചെയ്തു. അതേപോലെ തന്നെ ഒന്ന് 32P വെച്ച് ഫോസ്ഫേറ്റിനെ റേഡിയോ ലേബൽ ചെയ്തു. ഒരു സൾഫർ 35S റേഡിയോ ലേബൽ ആ റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നത് അതിൻ്റെ പ്രോട്ടീൻ കോട്ടിലും 32P വെച്ച് റേഡിയോ ലേബൽ ചെയ്ത റേഡിയോ ആക്ടിവിറ്റി കാണിക്കുന്നത് അതിൻ്റെ DNA-ലും ആയിരിക്കും. നൗ ദേ ടുക്ക് 2 ടെസ്റ്റ് ട്യൂബ്, അത് 2 ടെസ്റ്റ് ട്യൂബ് എടുത്തു. അതിനകത്ത് 2-നകത്തും എസ്കറിഷ്യ കൊളൈനെ എടുത്തു. ദെൻ ആഫ്റ്റർ ദാറ്റ് ദേ ഇൻഫെക്റ്റഡ് 1 ടെസ്റ്റ് ട്യൂബ് or test tube 1 with the bacteriophage which was radio labeled in their protein coat. അതായത് 35S വെച്ച് റേഡിയോ ലേബൽ ചെയ്ത ബാക്ടീരിയോഫേജിനെ കൊണ്ട് ഇൻഫെക്റ്റ് ചെയ്യിപ്പിച്ചു എസ്കറിഷ്യ കൊളൈനെ. അതുപോലെ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിൽ 32P ലേബൽഡ് ബാക്ടീരിയോഫേജിനെ വെച്ച് ഇൻഫെക്റ്റ് ചെയ്യിപ്പിച്ചു സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിലുള്ള ബാക്ടീരിയനെ. സോ ആഫ്റ്റർ അലവിങ് ദ ഇൻഫെക്ഷൻ they just did blending എന്ന് പറഞ്ഞാൽ നല്ല വിഗറസ് ഷേക്കിംഗ് ചെയ്തു. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ടെസ്റ്റ് ട്യൂബിൽ ആ പ്രോട്ടീൻ കോട്ടൊക്കെ ഉണ്ടായിരുന്നു റിമൂവ് ആയി പോകും. കാരണം ഈ പ്രോട്ടീൻ കോട്ട് എന്തിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും? ബാക്ടീരിയയുടെ സെൽ വോളിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ അവിടുന്ന് പറഞ്ഞു പോയിട്ട് ആ പ്രോട്ടീൻ കോട്ട് ഫ്രീ ആയി മാറും ബാക്ടീരിയ. ദെൻ ആഫ്റ്റർ ദാറ്റ് വാട്ട് ദേ ഡിഡ് യു നോ, ദേ ജസ്റ്റ് സെൻട്രിഫ്യൂജ്ഡ് ഇറ്റ്. സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ ആ പ്രോട്ടീൻ കോട്ടുള്ള ഒക്കെ മേലെ പൊങ്ങിക്കിടക്കും. അതിനെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. പിന്നെ ഡെൻസിറ്റി കൂടുതലായിട്ടുള്ള ബാക്ടീരിയ, ഇൻഫെക്റ്റഡ് ബാക്ടീരിയ അതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ടാവും. സോ ഹിയർ വി ക്യാൻ സി ദ ബാക്ടീരിയ ഇൻ ദ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ദ ബാക്ടീരിയ വിച്ച് വിൽ നോട്ട് ബി ഹാവിങ് എനി റേഡിയോ ആക്ടിവിറ്റി ഇൻസൈഡ് ദർ സൈറ്റോപ്ലാസം. കാരണം എന്താണ്? അവിടെ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിൽ 35S വെച്ച് റേഡിയോ ലേബൽ ചെയ്ത ബാക്ടീരിയോഫേജിനെ കൊണ്ടാണ് ഇൻഫെക്റ്റ് ചെയ്യിപ്പിച്ചത്. ആ 35S എവിടെയാണ് ഉള്ളത്? ക്യാപ്സിഡിലുള്ളത്. അതുകൊണ്ട് തന്നെ ക്യാപ്സിഡ് എന്തായിപ്പോയി? റിമൂവ് ആയിപ്പോയി. സെൻട്രിഫിക്കേഷൻ ചെയ്തപ്പോൾ അത് റിമൂവ് ആയിപ്പോയി. പിന്നെ ബാക്ടീരിയയുടെ ഉള്ളിൽ എന്തില്ല? ഈ പറയുന്ന റേഡിയോ ആക്ടിവിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന 35S ഇല്ല. സോ ദർ ഇൻ ദ ഫസ്റ്റ് ടെസ്റ്റ് വി കുഡ് നോട്ട് സീ എനി റേഡിയോ ലേബൽഡ് പാർട്ടിക്കിൾ ഇൻസൈഡ് ദ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഒന്നും ബാക്ടീരിയയുടെ ഉള്ളിൽ കയറിയിട്ടില്ല. സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് ഇൻ ദാറ്റ് വി ക്യാൻ സീ ദ ബാക്ടീരിയൽ സൈറ്റോപ്ലാസം കണ്ടെയ്ൻ റേഡിയോ ആക്ടിവിറ്റി. ബാക്ടീരിയൽ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിൽ റേഡിയോ ആക്ടിവിറ്റി ഉള്ളതായിട്ട് കാണാൻ കഴിഞ്ഞു. അതായത് 32P ലേബൽഡ് ബാക്ടീരിയോഫേജ് വെച്ച് ഇൻഫെക്റ്റ് ചെയ്ത ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് 32P ലേബൽഡ് ആയിട്ടുള്ള DNA കയറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ളിലേക്ക് ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് കയറിയത് പ്രോട്ടീൻ വഴിയല്ല DNA വഴിയാണെന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഫ്രം ദാറ്റ് ഇറ്റ് വാസ് കൺഫേം ദാറ്റ് DNA ഈസ് ദ ജനറ്റിക് മെറ്റീരിയൽ. അതായിരുന്നു കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ ദ DNA ആക്ട് ആസ് ജനറ്റിക് മെറ്റീരിയൽ. ഇനി എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് DNA-ന് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന വേഴ്സസ് RNA-ക്ക് DNA-ക്ക് എന്ത് പ്രോപ്പർട്ടിയാണ് കൂടുതലുള്ളത് DNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? See here, DNA ജനറ്റിക് മെറ്റീരിയൽ ആണ് ഹാർഷി ചേസ് എക്സ്പെരിമെൻറ്റിൽ പ്രൂവ് ചെയ്തു അല്ലേ. പക്ഷേ ചില വൈറസസിൻ്റെ അകത്ത് RNA ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നില്ലേ? ടൊബാക്കോ മൊസൈക് വൈറസ്, ക്യൂബി ബാക്ടീരിയോഫേജ്, ഇതിനകത്തൊക്കെ RNA ആണ് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. റിട്രോ വൈറസസ് അല്ല. HIV ഇതിനകത്തൊക്കെ RNA ആണ് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് DNA പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയലും RNA ഡൈനാമിക് ഫങ്ഷൻസ് ആസ് മെസ്സഞ്ചർ, അഡാപ്റ്റർ ഇതൊക്കെ ചെയ്യാനുള്ള കാരണം എന്താണ്? അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3-4 പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെയും കെമിക്കൽ ഡിഫറൻസ് നോക്കിയാൽ DNA-യുടെയും RNA-യുടെയും കെമിക്കൽ ഡിഫറൻസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാവും. അതുപോലെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യാൻ കഴിവുള്ള ഒരു ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ ബയോകെമിക്കൽ ഇറ്റ് ഹാസ് ടു ഫുൾഫിൽ സർട്ടൺ ക്രൈറ്റീരിയാസ്. കുറേ ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്. അതിനകത്ത് ഫസ്റ്റ് വണ്ണാണ് ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ജനറേറ്റ് ഇറ്റ്സ് റിപ്ലിക്കേഷൻ നടക്കാൻ കഴിയണം.
റിപ്ലിക്കേഷൻ നടത്താൻ DNA-ക്കും RNA-ക്കും കഴിവുണ്ട്, പക്ഷെ പ്രോട്ടീനിന് കഴിവില്ല. അപ്പോൾ പ്രോട്ടീൻ ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ എലിമിനേറ്റ് ചെയ്ത് കളയാം. റിപ്ലിക്കേഷൻ ചെയ്യാൻ കഴിവുള്ളതിന് ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി. ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്ന മോളിക്യൂളിന് സ്റ്റെബിലിറ്റി കൂടുതലുണ്ടാവണം. സ്റ്റെബിലിറ്റി കൂടുതലുണ്ടായാൽ മാത്രമാണ് അത് ഒരുപാട് ചേഞ്ചസ് ഒന്നും ഉണ്ടാക്കാതിരിക്കുള്ളൂ. കാരണം ഓരോ ഓർഗാനിസത്തിൻ്റെ ലൈഫ് സൈക്കിളും അത് ഏജ് ആവും തോറും, അതുപോലെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുമ്പോൾ സ്റ്റെബിലിറ്റി കുറഞ്ഞ മോളിക്യൂളാണ് ഈ റിയാക്ഷനിൽ ടേക്ക് പാർട്ട് ചെയ്യും. അതേപോലെ തന്നെ അത് എന്താ പറയുക, അൺസ്റ്റേബിളായിട്ട് മാറി ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്ന ആ സാധനം ത്തിൻ്റെ സ്ട്രക്ചറൊക്കെ ചേഞ്ച് ആയിട്ട് അത് യൂസ്ലെസ് ആയി മാറും അല്ലേ. പക്ഷെ നമ്മൾ ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റിലെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിൽ തന്നെ കണ്ടു, നമ്മൾ ഹീറ്റ് കില്ല് ചെയ്ത ബാക്ടീരിയയുടെ ഉള്ളിൽ പോലും ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്ന DNA സർവൈവ് ചെയ്യുന്നുണ്ട് അല്ലേ. ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്ന DNA സർവൈവ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്കത് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ദറ്റ് DNA ദറ്റ് ഹാസ് 2 strands. അത് കോംപ്ലിമെൻ്ററി ആണ് ബൈ സെപ്പറേറ്റിംഗ്. ഇറ്റ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഹീറ്റിംഗ് ആൻഡ് ഇറ്റ് ക്യാൻ കം ടുഗദർ വെൻ ദ ഹീറ്റ് ഈസ് റെഡ്യൂസ്ഡ് ഓർ അപ്രോപ്രിയേറ്റ് കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന് അനീലിംഗും നടക്കാം. അതേപോലെ തന്നെ 2' ഹൈഡ്രോക്സൽ ഗ്രൂപ്പ് എല്ലാ ന്യൂക്ലിയോടൈഡിലും, RNA-യുടെ എല്ലാ ന്യൂക്ലിയോടൈഡിലും 2' ഹൈഡ്രോക്സൽ ഗ്രൂപ്പ് ഉണ്ട്. അത് അതിൻ്റെ സ്റ്റെബിലിറ്റി കുറയ്ക്കുന്നതാണ് അല്ലേ. അതേപോലെ RNA ഒരു കാറ്റലൈറ്റിക് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്, അതുകൊണ്ട് തന്നെ അത് റിയാക്റ്റീവ് ആണ്. അതുപോലെ DNA ലെസ് റിയാക്റ്റീവ് ആയിരിക്കും, അതുപോലെ അവർ സ്ട്രക്ചറലി മോർ സ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ന്യൂക്ലിക് ആസിഡിൽ DNA ആണ് കൂടുതൽ ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യാൻ പ്രോംപ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാം. തൈമിൻ്റെ പ്ലേസിൽ യുറാസിലാണ് RNA-യിൽ വരുന്നത്. അതും വേറൊരു കാരണമാണ് അതിൻ്റെ സ്റ്റെബിലിറ്റി കുറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റെബിലിറ്റി കുറയാൻ RNA-ക്കും DNA-ക്കും തമ്മിലുള്ള വ്യത്യാസം, RNA സിംഗിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചറാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസസ് എല്ലാം എക്സ്പോസ്ഡ് ആയിരിക്കും. അതേപോലെ RNA-യിൽ പെൻറ്റോ ഷുഗർ റൈബോ ഷുഗറാണ്, അതായത് അതിൻ്റെ സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ റിയാക്റ്റീവ് ആയിട്ടുള്ള ഹൈഡ്രോക്സൽ ഗ്രൂപ്പാണ് ഇരിക്കുന്നത്. പക്ഷേ DNA-യുടെ കേസിൽ ഡിവോയിഡ് ഓഫ് ഓക്സിജൻ ആറ്റം സെക്കൻഡ് കാർബൺ ആറ്റം എന്നാണ്, അവിടെ ഹൈഡ്രജൻ ആറ്റം മാത്രമേ ഇരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് റിയാക്ട് ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. അതേപോലെ ഈ RNA-യിൽ യുറാസിലാണ് തൈമിന് പകരം കാണുന്നത്. തൈമിന് യുറാസിലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 5-methyl യുറാസിൽ ഈസ് തൈമിന് എന്ന് പറഞ്ഞാൽ തൈമിൻ്റെ യുറാസിലിൻ്റെ 5ാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് വന്നാൽ അത് തൈമിനായിട്ട് മാറും എന്ന് പറഞ്ഞാൽ 5ാമത്തെ കാർബൺ ആറ്റം മീഥൈൽ ഗ്രൂപ്പുമായിട്ട് റിയാക്ട് ചെയ്യാൻ റെഡിയാന്നല്ലേ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ സി ദ സ്റ്റെബിലിറ്റി ഇറ്റ് വിൽ ബി മോർ ഇൻ ദ കേസ് ഓഫ് DNA ദാൻ ഇൻ ദ കേസ് ഓഫ് RNA. അതേപോലെ തന്നെ ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു മോളിക്യൂൾ എപ്പോഴും സ്ലോ ചേഞ്ചസ് അല്ലെങ്കിൽ സ്ലോ മ്യൂട്ടേഷനെ നടക്കാൻ പറ്റുള്ളൂ. അതാണ് എവല്യൂഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. പക്ഷേ RNA-യുടെ കേസിൽ അത് വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും മ്യൂട്ടേറ്റ് ചെയ്യുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു മോളിക്യൂളാണ്. അതുകൊണ്ടാണ് വൈറസസിൽ RNA ജീനോം ഉള്ളത് വളരെ ഷോർട്ട് ലൈഫ് സ്പാൻ ആയിരിക്കും. അത് ചത്തുപോകുന്നല്ല അതിൻ്റെ അർത്ഥം. ഇറ്റ് വിൽ അണ്ടർഗോ ഇവോൾവ് വെരി ഫാസ്റ്റ്. അത് പെട്ടെന്ന് ഇവോൾവ് ചെയ്ത് വരുന്ന കാണാം. അതുപോലെ ഈ RNA-ക്ക് കാറ്റലറ്റിക് എബിലിറ്റി ഉണ്ട് കേട്ടോ. ഈ 2' ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് സെക്കൻഡ് പൊസിഷൻ ഓഫ് ദ റൈബോ ഷുഗറിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അതിന് കാറ്റലറ്റിക് ആക്ടിവിറ്റി ഉണ്ടാകുന്നത്. അതും അതിൻ്റെ സ്റ്റെബിലിറ്റി കുറയ്ക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ ഈ നെക്സ്റ്റ് ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്രസ് ഇറ്റ് സെൽഫ് ഇൻ ദ ഫോം ഓഫ് മെൻഡേലിയൻ ക്യാരക്ടർ. മെൻഡേലിയൻ ക്യാരക്ടർ മാതിരി അത് എക്സ്പ്രസ് ചെയ്യാൻ റെഡി ആയിരിക്കണം. അതെ, RNA ക്യാൻ ഡയറക്ട്ലി കോഡ് ഫോർ ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ. അതാണല്ലോ അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് RNA ആണ്. പക്ഷേ DNA ഇറ്റ് വിൽ ഡു ദ എക്സ്പ്രഷൻ ത്രൂ ദ RNA. സോ DNA ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ RNA ഫോർ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ ആണ് അല്ലേ. സോ ഹിയർ പ്രോട്ടീൻ സിന്തസൈസിങ് മെഷീനറി ഇറ്റ് വിൽ ബി ഓൾവേസ് ഇവോൾവ് അറൗണ്ട് RNA. RNA-യുടെ ചുറ്റും മാത്രമാണ് പ്രോട്ടീൻ സിന്തസൈസിങ് മെഷീനറി ഇവോൾവ് ചെയ്യുള്ളൂ. ഈ ഡിസ്കഷനിൽ നിന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ DNA-ക്കും RNA-ക്കും എന്തായിട്ട് ആക്ട് ചെയ്യാം? ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യാം. DNA മോർ സ്റ്റേബിൾ ആയതുകൊണ്ട് അതാണ് കൂടുതൽ ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യാൻ സഹായിക്കുന്നത്. പക്ഷേ ട്രാൻസ്മിഷൻ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ്റെ കേസിൽ RNA തന്നെയാണ് കേട്ടോ ബെറ്റർ ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് അതിലൊക്കെ വേണ്ടത് എന്താണ്? അതിന് സ്റ്റെബിലിറ്റി ഉണ്ടാവണം. കാരണം നമ്മുടെ ക്യാരക്ടർ പാസ് ചെയ്യുന്ന ഒരു മോളിക്യൂൾ ആകുമ്പോൾ അത് അത്ര സ്റ്റേബിൾ ആയില്ലെങ്കിൽ ക്യാരക്ടർ പാസ് ചെയ്യുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും ക്യാരക്ടറായി പോകും, അതിനെന്തെങ്കിലും മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ അല്ലേ. അതുകൊണ്ട് തന്നെ വളരെ സ്ലോ റേറ്റിൽ മ്യൂട്ടേഷൻ നടക്കുന്ന DNA തന്നെയാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യാൻ. നൗ നെക്സ്റ്റ് വൺ ഈസ് RNA വേൾഡ്. സി, ഇനി നമ്മൾ ഒരു ജീവൻ ഉടലെടുത്തപ്പോൾ, അതായത് നമ്മുടെ ഭൂമിയിൽ ജീവൻ ഉണ്ടായപ്പോൾ RNA ആയിരുന്നു ആദ്യത്തെ ജനറ്റിക് മെറ്റീരിയൽ. അതിന് ഇനഫ് ആയിട്ടുള്ള എവിഡൻസും ഉണ്ട്, സച്ച് ആസ് മെറ്റബോളിസം, ട്രാൻസ്ലേഷൻ, അതേപോലെ തന്നെ സ്പ്ലൈസിങ്. ഇതൊക്കെ
ഒക്കെ നടക്കുന്ന RNA ചുറ്റിപ്പറ്റിയിട്ടാണ്. അതുപോലെ RNAക്ക് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ റിപ്ലിക്കേഷൻ എബിലിറ്റി ഡ്യൂറിങ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലൈഫ്, അതാണ് അതിൻ്റെ ആദ്യത്തെ ലൈഫിൻ്റെ പ്രോപ്പർട്ടി കാണിച്ചത് അല്ലേ. അപ്പോൾ ഈ RNA അൺസ്റ്റേബിൾ ആയിരുന്നു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ റിയാക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ജീവൻ ഉടലെടുക്കാൻ കാരണം. ദെൻ ആഫ്റ്റർ ദ ഡ്യൂ ടു ദിസ് അൺസ്റ്റെബിലിറ്റി ഇറ്റ് ഹാസ് ഇവോൾവ്ഡ് എ സ്റ്റേബിൾ കോമ്പൗണ്ട് ആസ് DNA. അതിൽ നിന്ന് എവല്യൂഷൻ നടന്നിട്ടാണ് ഈ പറയുന്ന ഒരു സ്റ്റേബിൾ കോമ്പൗണ്ട് ആയിട്ടുള്ള DNA ഉണ്ടായതും DNA എന്താണ് ജനറ്റിക് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങിയതും. ഈ DNA ഡബിൾ സ്റ്റാൻഡേർഡ് സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ അതിന് കോംപ്ലിമെൻറ്റാരിറ്റി ഉണ്ട്. രണ്ട് സ്റ്റാൻഡും കോംപ്ലിമെൻ്ററി ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ചേഞ്ചസിനെയൊക്കെ ഇത് റെസിസ്റ്റ് ചെയ്യും. കാരണം അതിൻ്റെ നൈട്രജൻ ബേസസ് തമ്മിൽ പെയറിങ് നടന്നിട്ടുള്ളതുകൊണ്ട് ഇറ്റ് വിൽ നോട്ട് ബി എക്സ്പോസ്ഡ് ടു ഔട്ട്സൈഡ്. ഓക്കെ, ഇനി ഈ DNA എങ്ങനെ റിപ്ലിക്കേറ്റ് ചെയ്യാം? നമുക്കറിയാം DNA ഇറ്റ് ഈസ് കോംപ്ലിമെൻ്ററി ഇൻ നേച്ചർ, റൈറ്റ്? ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA വാട്സൺ ആൻഡ് ക്രിക്ക് പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ദേ കുഡ് ഫൈൻഡ് ദ കോംപ്ലിമെൻ്റാരിറ്റി ബിറ്റ്വീൻ ദ ടു സ്ട്രാൻഡ്സ്. ആ ജനറ്റിക് മെറ്റീരിയൽ കോംപ്ലിമെൻ്റാരിറ്റി കാണിക്കുന്നത് വാട്സൺ ആൻഡ് ക്രിക്ക് 1953 പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ദേ കുഡ് അണ്ടർസ്റ്റാൻഡ് ഇഫ് വി നോ ദ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് വി ക്യാൻ ഡിസൈൻ ദ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ്. അതേപോലെ തന്നെയാണ് രണ്ട് സ്ട്രാൻഡ്സിൽ അത് സെപ്പറേറ്റ് ആയി ഒന്ന് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ സ്ട്രാൻഡിൽ ഈസി ആയിട്ട് ഒരു ഡോട്ടർ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ റിപ്ലിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ DNA മോളിക്യൂളും ഒരു പേരൻ്റൽ സ്ട്രാൻഡും ഒരു ന്യൂലി സിന്തസൈസ്ഡ് സ്ട്രാൻഡും ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്. ആ തരത്തിലുള്ള റിപ്ലിക്കേഷൻ നമ്മൾ പറയുന്നതാണ് സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റിപ്ലിക്കേഷൻ. അത് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്യുന്നത് എസ്ക്രീഷ്യ കൊളയിലാണ് പ്രൂവ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് വാസ് പ്രൂവ്ഡ് ബൈ ദ സയൻറ്റിസ്റ്റ് മാത്യു മെസൽസൺ ആൻഡ് ഫ്രാങ്ക്ലിൻ സ്റ്റാൾ. മിസൽസൺ ആൻഡ് സ്റ്റാൾ ഈ രണ്ട് സയൻറ്റിസ്റ്റാണ് അത് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്ത് 1958 പ്രൂവ് ചെയ്തത്. അതിന് അവർ യൂസ് ചെയ്ത ഓർഗാനിസം എസ്ക്രീഷ്യ കൊളയാണ്. എസ്ക്രീഷ്യ കൊളയുടെ ഒരു ജനറേഷന് വേണ്ടത് 20 മിനിറ്റ് ആണ് കേട്ടോ. നൗ വി വിൽ സീ എസ്ക്രീഷ്യ കൊള അവർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഫസ്റ്റ് ദേ സെലക്ടഡ് ദ എസ്ക്രീഷ്യ കൊളൈ ഫോർ ദിസ് എക്സ്പെരിമെൻറ്റ്. അത് കഴിഞ്ഞിട്ട് അവരതിനെ ഒരു ന്യൂട്രിയൻ മീഡിയത്തിൽ വളർത്തി. ആ ന്യൂട്രിയൻ മീഡിയത്തിൽ അവർ പ്രൊവൈഡ് ചെയ്ത ന്യൂട്രിയൻ്റ് എന്ന് പറയുന്നത് അമോണിയം ക്ലോറൈഡ് ആണ്. അമോണിയം ക്ലോറൈഡിൽ നൈട്രജൻ, ആ നൈട്രജൻ സോഴ്സാണ് നൈട്രജൻ ബേസിൻ്റെ സിന്തസൈസിന് വേണ്ടിയിട്ട് ഈ ബാക്ടീരിയ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ മീഡിയത്തിൽ കൊടുക്കുന്ന നൈട്രജന് കുറച്ച് ഹെവി നൈട്രജൻ ആയിട്ട് 15N കണ്ടെയ്നിങ് അമോണിയം ക്ലോറൈഡ് കൊടുത്താൽ, കുറച്ച് ഹെവി നൈട്രജൻ കൊടുത്തു കഴിഞ്ഞാൽ ബാക്ടീരിയനെ സെവറൽ ജനറേഷൻസ് നമ്മൾ ഈ 15N കണ്ടെയ്നിങ് അമോണിയം ക്ലോറൈഡിൽ വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബാക്ടീരിയയിൽ ന്യൂലി സിന്തസൈസ് ചെയ്യുന്ന എല്ലാ DNAസും ഹെവി ഐസോട്ടോപ്പ് ഓഫ് നൈട്രജൻ ആയിരിക്കും. ഹെവി ഐസോട്ടോപ്പ് ഓഫ് നൈട്രജൻ കണ്ടെയ്നിങ് ന്യൂക്ലിയോടൈഡ് ഉള്ള DNAs ആയിരിക്കും പുതിയതായിട്ട് സിന്തസൈസ് ചെയ്യുന്നത്. അപ്പോൾ പുതിയതായിട്ട് സിന്തസൈസ് ചെയ്യുന്ന DNA ഉള്ള എസ്ക്രീഷ്യ കൊളയിലല്ല. എസ്ക്രീഷ്യ കൊളയൊക്കെ അതിൻ്റെ സെൽ ഡിവിഷന് മുമ്പ് DNA ഡബിൾ ആക്കുന്നുണ്ട്. ആ DNA ഡബിൾ ആക്കുന്ന സമയത്ത് അവർക്ക് പുതിയതായിട്ടുണ്ടാകുന്ന DNA ഹെവി DNA ആണെങ്കിൽ ആ എസ്ക്രീഷ്യ കൊളയുടെയും ഡെൻസിറ്റി എങ്ങനെയാവും? കൂടും. സോ ദേ വിൽ ഡു ദ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ. ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ ചെയ്തിട്ട് അതിനകത്ത് ഹൈ ഡെൻസ് ആയിട്ടുള്ള എസ്ക്രീഷ്യ കൊളയിനെ മാത്രം ഇങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കും. ദെൻ വി വിൽ ടേക്ക് ദാറ്റ് ആസ് എൻ എക്സ്പെരിമെൻ്റൽ ഓർഗാനിസം. അതിനെയാണ് നമ്മൾ എക്സ്പെരിമെൻ്റൽ ഓർഗാനിസം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബാക്ടീരിയയിൽ ന്യൂക്ലിയോയിഡിൽ ഒരൊറ്റ DNA ആണുള്ളത് അല്ലേ. ആ DNA ഓൾറെഡി ഹെവി DNA ആയതുകൊണ്ട് ഇറ്റ് ഈസ് കണ്ടെയ്നിങ് 15N കണ്ടെയ്നിങ് DNA. അതായത് 15N കണ്ടെയ്നിങ് ബേസ് കണ്ടെയ്നിങ് DNA. അതിൻ്റെ ബേസിലുള്ള നൈട്രജൻ എല്ലാം 15N ആയിരിക്കും. അതുകൊണ്ട് തന്നെ ദിസ് DNA ഇറ്റ് വിൽ ബി ഹെവി. സോ ദ എസ്ക്രീഷ്യ കൊളൈ ഓൾസോ വിൽ ബി ഹെവി. അതിനെന്ത് ചെയ്യും? ഈ സെൻട്രിഫ്യൂഗേഷൻ വഴി സെപ്പറേറ്റ് ചെയ്താണ് കേട്ടോ ഈ 15N കണ്ടെയ്നിങ് DNA. അപ്പോൾ സെൻട്രിഫ്യൂഗേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഡെൻസിറ്റി കൂടിയ DNA ഇവിടെ ഉള്ള എസ്ക്രീഷ്യ കൊള ഇവിടെ സെപ്പറേറ്റ് ആയി. അതിന് മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു, നമ്മൾ നമ്മുടെ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. ഇവിടെ റെഡ് കളർ കൊണ്ടാണ് ഹെവി DNA സ്ട്രാൻഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നൗ ഇൻ ദ ജനറേഷൻ 1 20 മിനിറ്റ്സ് നമ്മൾ 14N കണ്ടെയ്നിങ് നോർമൽ അമോണിയം ക്ലോറൈഡ് മീഡിയയിൽ വളർത്തി. അതായത് പിന്നെ നമ്മൾ എക്സ്പെരിമെൻ്റൽ ഓർഗാനിസത്തിനെ സെലക്ട് ചെയ്യുന്നത് ഒരു പ്യുവർ വെറൈറ്റി ഉണ്ടാക്കുക എന്ന് പറയും. അതായത് എല്ലാ DNAയിലും ഒരേ ഡെൻസിറ്റിയിൽ എല്ലാ എസ്ക്രീഷ്യ കൊളയിലും ഒരേ ഡെൻസിറ്റിയിൽ DNA കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 15N കണ്ടെയ്നിങ് അമോണിയം ക്ലോറൈഡിൽ കുറേ ജനറേഷൻ വളർത്തിയതും ഇങ്ങനെ ഹൈ ഡെൻസ് ആയിട്ടുള്ള എസ്ക്രീഷ്യ കൊളയിനെ സെലക്ട് ചെയ്തതും. ഇനി ആഫ്റ്റർ ദറ്റ് വി ആർ ഗ്രോയിങ് ദിസ് ഇൻ എ നോർമൽ മീഡിയ വിച്ച് കണ്ടെയ്ൻ 14N കണ്ടെയ്നിങ് അമോണിയം ക്ലോറൈഡ്. 14N കണ്ടെയ്നിങ് അമോണിയം ക്ലോറൈഡിൽ വളർത്തി 20 മിനിറ്റ് വളർത്തി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ DNA വന്നിട്ട്
രണ്ട് DNA ആയിട്ട് മാറും. How it will undergo replication we can understand here. ഈ റെഡ് സ്ട്രാൻഡ് സെപ്പറേറ്റ് ആവും, ഈ റെഡ് സ്ട്രാൻഡ് സെപ്പറേറ്റ് ആവും. That will act as a template strand and we can see a new light strand which is represented in green color. ആ ലൈറ്റ് സ്ട്രാൻഡ് റെപ്രസെന്റ് ചെയ്യുന്ന ഇവിടെ ഗ്രീൻ കളറിലാണ്. ഒരു ന്യൂ ലൈറ്റ് സ്ട്രാൻഡ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും, ഇവിടെ ഒരു ന്യൂ ലൈറ്റ് സ്ട്രാൻഡ് പ്രൊഡ്യൂസ് ചെയ്യും. That means it's one strand it is 15N containing strand, another strand it is 14N containing strand. അതൊരു ഹൈബ്രിഡ് സ്ട്രാൻഡ് ആണെന്ന് നമുക്ക് പറയാം. So here when we do the density gradient centrifugation, ആദ്യത്തെ 15 ബാൻഡ് ഇവിടെ ബോട്ടത്തിലായിരുന്നു കണ്ടത്. ഇനി സെക്കൻഡ് വണ്ണിൽ നോക്കിക്കേ, കുറച്ചും കൂടെ മേലേക്ക്, കുറച്ചും കൂടെ ഡെൻസിറ്റി കുറവാണ്. കാരണം ഒരു സ്ട്രാൻഡിന്റെ ഡെൻസിറ്റി 14N ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് സ്ട്രാൻഡ് ഇതാ ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും കാണാം. Now if we allow the next generation 40 minutes, if we allow for the next generation, we can see ഈ ഗ്രീൻ കളർ സെപ്പറേറ്റ് ആവും, ഈ റെഡ് കളർ സെപ്പറേറ്റ് ആവും, ഈ റെഡ് കളർ സെപ്പറേറ്റ് ആവും, ഈ ഗ്രീൻ കളർ സെപ്പറേറ്റ് ആവും. അപ്പോൾ നമുക്ക് 4 പേരന്റൽ സ്ട്രാൻഡ് കിട്ടി. ഈ 4 പേരന്റൽ സ്ട്രാൻഡുമേ എന്തേ പുതിയതായിട്ട് ഫോം ചെയ്യുള്ളൂ? 14N കണ്ടെയ്നിങ് ന്യൂക്ലിയോടൈഡ് ആഡ് ആവുള്ളൂ. കാരണം എന്താ, നമ്മൾ വളർത്തുന്ന 14N കണ്ടെയ്നിങ് മീഡിയയിലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രീൻ സ്ട്രാൻഡ് ഇവിടെ ആഡ് ആവും, ഇവിടെ ഒരു ഗ്രീൻ സ്ട്രാൻഡ് ആഡ് ആവും. ഹിയർ വൺ ഗ്രീൻ സ്ട്രാൻഡ് it will be added, here it will add another green strand. So here we will get 2 light chains and 2 hybrid bands. So here we can see when we do the density gradient centrifugation, ഇവിടെ ഈ പൊസിഷനിൽ കിട്ടിയ അതേ പൊസിഷനിൽ നമുക്ക് അതേ തിക്നെസ്സിൽ ഇവിടെയും കിട്ടും. 14-15 ബാൻഡ് ഇവിടെയും കിട്ടും. അതേപോലെ തന്നെ നെക്സ്റ്റ് സ്ട്രാൻഡ് it will be 14 strand which will be seen again on the top of this 14-15ന്റെ ടോപ്പിൽ ഇതും കിട്ടും. അപ്പോൾ 14-14ന്റെയും 15-15ന്റെയും ഇടയ്ക്കുള്ള ഈ ബാൻഡാണ് 14-15 ബാൻഡ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റിപ്ലിക്കേഷൻ. ഇനി another 20 minutes if we give the incubation, അതായത് 60 minutes കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, ഇതിനകത്തുള്ള ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിലുള്ള ഓരോ സ്ട്രാൻഡ് സെപ്പറേറ്റ് ആവും. ഗ്രീൻ ഗ്രീൻ, ഗ്രീൻ റെഡ്, ഗ്രീൻ റെഡ്, ഗ്രീൻ ഗ്രീൻ, അങ്ങനെ സെപ്പറേറ്റ് ആവും. ഈ ഗ്രീനിലൊരു ഗ്രീൻ ചേരും, ഈ ഗ്രീനിലൊരു ഗ്രീൻ ചേരും, ഇവിടെ ഒരു ഗ്രീൻ ചേരും, ഇവിടെ ഒരു ഈ റെഡുമേ ഒരു ഗ്രീൻ ചേരും, ഈ ഗ്രീനിലൊരു ഗ്രീൻ ചേരും, ഈ റെഡുമേ ഒരു ഗ്രീൻ ചേരും, പിന്നെ ഈ ഗ്രീൻ ടു ഗ്രീൻ, ദിസ് ഗ്രീൻ ടു ഗ്രീൻ. അപ്പോൾ ടോട്ടൽ എത്ര സ്ട്രാൻഡ് നമുക്ക് കിട്ടും? 8 സ്ട്രാൻഡ്സ് കിട്ടും. ആ 8 സ്ട്രാൻഡ്സിൽ 4 സ്ട്രാൻഡ്സ് 14-14N കണ്ടെയ്നിങ് ലൈറ്റ് ബാൻഡ്സും 2 സ്ട്രാൻഡ് 14-15N കണ്ടെയ്നിങ് ഹൈബ്രിഡ് ബാൻഡും ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 14-14 ബാൻഡിന്റെ തിക്നെസ് നമുക്ക് കൂടുന്ന കാണാം. ഇത് ഇതേ തിക്നെസ്സിൽ തന്നെ നിൽക്കും. 80 മിനിറ്റ്സ് നമ്മൾ ഇതിനെ ഇൻക്യുബേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 16 ബാൻഡ്സ് കിട്ടും. ഇതേപോലെ 8 എന്നുള്ളത് 16 എണ്ണാവും. അതിനകത്ത് 2 എണ്ണം മാത്രമാണ് ഹൈബ്രിഡ് ബാൻഡ് ഉണ്ടാവുള്ളൂ. കാരണം 15N കണ്ടെയ്നിങ് 2 ബാൻഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് ബാൻഡ് വീണ്ടും ഇതേ തിക്നെസ്സിൽ കിട്ടും. ഹിയർ again the thickness it will be increased, because when it is increased it will give 14 bands of 14-14N അല്ലെ. 16 എണ്ണത്തിനകത്ത് 2 എണ്ണം ഹൈബ്രിഡും ബാക്കി 14 എണ്ണം ലൈറ്റ് ബാൻഡ്സും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇത് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഈ സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റിപ്ലിക്കേഷൻ എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ ഹൗ ദിസ് ഈസ് ഒക്കറിങ്, പിന്നെ ഈ സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് റിപ്ലിക്കേഷൻ എക്സ്പെരിമെന്റിൽ പ്രൂവ് ചെയ്തേക്കുന്ന വിസിയ ഫാബ എന്ന് പറയുന്ന ഒരു ഫാബ ബീൻസിലും പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് റേഡിയോ ആക്റ്റീവ് തൈമിഡിൻ വെച്ചിട്ടാണ് അതിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ടെയ്ലർ ആൻഡ് കൊളീഗ്സ്, ഈ സയൻറ്റിസ്റ്റ് ആണ് അത് ചെയ്തത്. 1958 ഈ പറയുന്ന എക്സ്പെരിമെൻറ്റും കണ്ടക്ട് ചെയ്തത്. അതിനകത്ത് റേഡിയോ ആക്റ്റീവ് തൈമിഡിൻ വെച്ചിട്ടാണ്, അതായത് ന്യൂലി സിന്തസൈസ് ചെയ്യുന്ന സ്ട്രാൻഡിലെല്ലാം തൈമിൻ വരേണ്ടിടത്തൊക്കെ റേഡിയോ ആക്റ്റീവ് തൈമിഡിൻ. അപ്പോൾ അതായത് ഒരു സ്ട്രാൻഡിൽ തൈമിഡിൻ ഉണ്ടാവും, പിന്നെ എല്ലാ സ്ട്രാൻഡ് ഇപ്പോൾ ഹെവി ലൈറ്റ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയോ. So it will be very easy to find out the semi-conservative mode of replication by using the radioactive thymidine also. ഇനി നെക്സ്റ്റ് വൺ മെഷീനറി ആൻഡ് എൻസൈം. എന്ത് മെഷീനറിയാണ് DNA റിപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ലിവിങ് സെൽസ് സച്ച് ആസ് എസ്ക്രീഷ്യ കൊളൈ, ദ പ്രോസസ് ഓഫ് റിപ്ലിക്കേഷൻ റിക്വയർസ് എ സെറ്റ് ഓഫ് കാറ്റലിസ്റ്റ്, അല്ലെങ്കിൽ കുറേ എൻസൈംസ് വേണം. പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിലെ റിപ്ലിക്കേഷൻ പ്രോസസ്സാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് കേട്ടോ. മേജർ എൻസൈം എന്ന് പറയുന്നത് DNA പോളിമറൈസ് എൻസൈം ആണ്. DNA പോളിമറൈസ് എൻസൈം ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ പോളിമറൈസേഷൻ ഓഫ് ഡിയോക്സി ന്യൂക്ലിയോടൈഡ്സിന്റെ അഡീഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈമാണ് DNA പോളിമറൈസ് എൻസൈം. അത് 5' 3' ഡയറക്ഷനിലാണ് പുതിയ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുള്ളൂ ഓൺ ദ ടെംപ്ലേറ്റ്.
template strand. അപ്പോൾ DNA polymerase enzyme ആണ് മേജർ എൻസൈം. ഈ എൻസൈം വന്നിട്ട് എന്താണ് ന്യൂക്ലിയോടൈഡിനെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്യും. എക്സാമ്പിൾ ഇഫ് യു സി 4.6 into 10⁻⁶ ബേസ് പെയർസ് ഉള്ള ഒരു എസ്ക്രീഷ്യ കൊളയുടെ റിപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവാൻ വേണ്ടി 18 മിനിറ്റ് മതി. ആ 18 മിനിറ്റിനുള്ളിൽ ഇതിൻ്റെ റിപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഏകദേശം 2000 ബേസ് പെയർസ് ഒരു സെക്കൻഡിൽ ആഡ് ചെയ്യണം. എന്നാൽ മാത്രമാണ് അത് 18 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് റിപ്ലിക്കേഷൻ നടക്കുള്ളൂ. അത്ര ഫാസ്റ്റായിട്ട് റിപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് ദർ ഈസ് എ ചാൻസ് ഓഫ് മിസ്റ്റേക്ക്. അങ്ങനെ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആക്യുറസിയുടെ ഒരു കുറവ് വരും. ആ അത് എന്താണ് ആക്യുറസി കുറഞ്ഞു കഴിഞ്ഞാൽ മ്യൂട്ടേഷൻ റേറ്റ് കൂടും. മ്യൂട്ടേഷൻ റേറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും അവിടെ എന്താണ് ക്യാരക്ടറിലൊക്കെ ചേഞ്ചസ് വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസും വരാം. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറേ റിപ്പയറി എൻസൈംസും ഉണ്ട്. യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിലൊക്കെ ആണെങ്കിൽ റിപ്പയറി എൻസൈംസ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് DNA polymerase 1, 2, 3 ഇങ്ങനെ 3 DNA polymerase എൻസൈമാണ് ഉള്ളത്. DNA polymerase 1 and 2 ഇത് രണ്ടും റിപ്പയറി എൻസൈംസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. പക്ഷെ DNA polymerase 3 ആണ് മേജർ എൻസൈം ആയിട്ട് ആക്ട് ചെയ്യുന്നത് കേട്ടോ. DNA polymerase 1 എന്ന് പറയുന്നത് മേജർ റിപ്പയറി എൻസൈമും അതുപോലെ തന്നെ DNA polymerase 2 മൈനർ റിപ്പയറി എൻസൈമായിട്ട് ആക്ട് ചെയ്യുന്നു. DNA polymerase 3 ആണ് മേജറായിട്ട് അതിൻ്റെ പോളിമറൈസേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. 5' 3' ഡയറക്ഷനിൽ അത് ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ റിപ്പയറി മെക്കാനിസവും അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. എന്തെങ്കിലും ന്യൂക്ലിയോടൈഡിനെ തെറ്റായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ DNA polymerase തന്നെ അത് തെറ്റിപ്പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ DNA polymerase തന്നെ എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി കൊണ്ട് ആ ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്ത ന്യൂക്ലിയോടൈഡിനെ മാറ്റിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആക്യുറസി വലിയ ഇതിൽ കുറഞ്ഞു പോകാറില്ല റിപ്ലിക്കേഷനിൽ. ഓക്കെ, ഇനി ഈ റിപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജറ്റിക്കലി ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. റിപ്ലിക്കേഷൻ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് ഉണ്ടല്ലോ, ആ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് അവിടെ ഡ്യുവൽ പർപ്പസാണ് ചെയ്യുന്നത്. ഒന്ന് അതിൻ്റെ ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ അതിൻ്റെ എനർജി എക്സ്പെൻസിന് വേണ്ടിയിട്ടും. ഈ ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതായത് ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് പ്ലസ് ഫോസ്ഫേറ്റ്, അവിടെ 3 ഫോസ്ഫേറ്റ് ഉണ്ടാവും. ഈ ട്രൈഫോസ്ഫേറ്റ് ഇപ്പോൾ ATP എന്ന് പറയില്ലേ, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, അതുപോലെ തന്നെ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ്, അതുപോലെ തന്നെ തൈമിഡിൻ ട്രൈഫോസ്ഫേറ്റ്, സൈറ്റിഡിൻ ട്രൈഫോസ്ഫേറ്റ്, ഇതാണ് 4 ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്യുന്നത്. ഇതിനകത്ത് ട്രൈഫോസ്ഫേറ്റ് ഉണ്ടല്ലോ, ആ ട്രൈഫോസ്ഫേറ്റിൽ അവസാനത്തെയും രണ്ടാമത്തെയും ഫോസ്ഫേറ്റ്, അതായത് ഏറ്റവും അവസാനത്തെ അതിന് മുമ്പിലത്തെ ഫോസ്ഫേറ്റും റിമൂവ് ചെയ്ത ഹൈ എനർജി ലിബറേറ്റ് ചെയ്യും. ATPയുടെ പോലെ തന്നെയാണ് ഈ പറയുന്ന എനർജി മോളിക്യൂളും. അതുകൊണ്ട് തന്നെ വെൻ ദ ന്യൂക്ലിയോടൈഡ്സ് ആർ ആഡഡ് ദ 2 phosphate group from the end of this nucleotide, it will be removed and that energy will be used for replication purpose. Deoxy polymerization reaction വേണ്ടിയിട്ട് ATP ന്ന് GTP ന്ന് CTP ന്ന് TTP എന്നൊക്കെ എനർജി യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതാണ് അത് ഡ്യുവൽ പർപ്പസിന് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അതേപോലെ ഇതിൻ്റെ ഒപ്പം കുറേ അഡീഷണൽ എൻസൈംസും വേണ്ടതായിട്ടുണ്ട്. അതായത് ലോങ് DNA മോളിക്യൂൾസ് അതിൻ്റെ 2 സ്ട്രാൻഡ് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് എൻറ്റയർ ലെങ്ത് അതിന് റിപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻറ്റയർ ലെങ്ത് കംപ്ലീറ്റ് ആയിട്ട് അത് അൺവൈൻഡ് ചെയ്തിട്ടൊന്നല്ല റിപ്ലിക്കേഷൻ ചെയ്യുന്നത്. സോ ഹിയർ റിപ്ലിക്കേഷൻ ഫോർക്ക് ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ്. ഒരു റിപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടാക്കണം. ആ റിപ്ലിക്കേഷൻ ഫോർക്ക് ഈ കാണിച്ചേക്കുന്നതാണ് കേട്ടോ. അത് ഇതേപോലെ കുറച്ചിടെ ഇങ്ങനെ തുറന്നിരിക്കണം. അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു കയറ് ഒരു 2 കയർ ഇങ്ങനെ പിരിച്ചു വെച്ചേക്കുന്ന ആ സാധനം നമുക്കത് അൺവൈൻഡ് ചെയ്തെടുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ നമുക്കൊരു റിപ്ലിക്കേഷൻ ഫോർക്ക് പോലെ ഒരു സ്ട്രക്ചർ കിട്ടും. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെയാവും, ആ റിപ്ലിക്കേഷൻ ഫോർക്ക് ഡയഗണായിട്ട് 2 ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും അതിൻ്റെ സ്ട്രെയിൻ വളരെ കൂടുന്നതാണ്. അപ്പോൾ ഈ റിപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടാക്കുന്ന എൻസൈം എന്ന് പറയുന്ന ഹെലിക്കേസ് എൻസൈമാണ്. ഹെലിക്കേസ് എൻസൈം വന്നിട്ട് അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ്റെ ഇടയിലുള്ള ഹൈഡ്രജൻ ബോൺസ് ഒക്കെ ബ്രേക്ക് ചെയ്യുകയും അവിടെ റിപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ 2 അറ്റത്ത് ഉണ്ടാകുന്ന, അതായത് 2 ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉണ്ടാകുന്ന സ്ട്രെയിൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു എൻസൈം ടേക്ക് പാർട്ട് ചെയ്യുന്നുണ്ട്. അത് ടോപ്പോ ഐസോമറൈസ് എൻസൈമാണ്. ടോപ്പോ ഐസോമറൈസ് എൻസൈം എങ്ങനെയാണ് സ്ട്രെയിൻ റിമൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ DNA ഡബിൾ ഹെലിക്കേസ് സ്ട്രക്ചറിൽ അതിൻ്റെ ഓരോ സ്ട്രാൻഡിൽ 2 സ്ട്രാൻഡിലല്ല, ഓരോ സ്ട്രാൻഡിൽ ഓരോ നിക്കിടും. ആ നിക്ക് ഇടുമ്പോൾ അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങി അതിൻ്റെ സ്ട്രെയിൻ ഒഴിവാവുന്ന രീതിയിൽ നോർമലായി വരുമ്പോൾ വീണ്ടും അത് ജോയിൻ ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ റിപ്ലിക്കേഷൻ ഫോർക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 1 സ്ട്രാൻഡ് 5' 3' ഡയറക്ഷനിലും ഒരു സ്ട്രാൻഡ് 3' 5' ഡയറക്ഷനിൽ വേണം നമുക്ക് റിപ്ലിക്കേഷൻ
ഫോർക്ക് കിട്ടുക. സോ ഹിയർ വി ക്യാൻ സി ദിസ് ഈസ് 3 പ്രൈം 5 പ്രൈം ഡയറക്ഷൻ സ്ട്രാൻഡ്, ദിസ് ഇസ് 5 പ്രൈം 3 പ്രൈം ഡയറക്ഷൻ സ്ട്രാൻഡ്. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് തുറന്ന് പോകുന്നതാന്നിരിക്കട്ടെ. ഹെലിക്കേസ് ഇങ്ങോട്ട് പോകുന്തോറും ഡി എൻ എ പോളിമറൈസിന് ഇത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഡി എൻ എ പോളിമറൈസ് 5 പ്രൈം 3 പ്രൈം ഡയറക്ഷനിൽ മാത്രമേ എക്സ്റ്റെൻഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനൊരു ടെംപ്ലേറ്റ് സ്റ്റാൻഡ് 3 പ്രൈം 5 പ്രൈം ഡയറക്ഷനിൽ വേണം. ഇനി ഇത് നോക്കിയാൽ ഇത് 5 പ്രൈം 3 പ്രൈം സ്റ്റാൻഡാണ്. ഇവർക്ക് ഒരിക്കലും ഈ 5 പ്രൈം ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഇവിടെ ആൻറ്റി പാരലൽ ആയിട്ടിരിക്കണം. അപ്പോൾ ഇവിടെ എന്ത് വേണം, 3 പ്രൈം എൻഡ് തന്നെ വേണം. അതുകൊണ്ട് തന്നെ ഹെലിക്കേസ് അൺവൈൻഡ് ചെയ്ത് പോയി കുറച്ച് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇത് നോക്കിക്കേ, ഇങ്ങനെ ഒരു കഷ്ണം, ഇത്രയും ഒരു ഡി എൻ എയുടെ ഒരു കഷ്ണം കിട്ടും. അപ്പോൾ ഇത് 5 പ്രൈം എൻഡ് ആണെങ്കിൽ ഇത്രയും പാർട്ട് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ ഇത് 3 പ്രൈം എൻഡ് ആണ്. അപ്പോൾ എന്താവും, ഇവിടെ വന്നിട്ട് ഡി എൻ എ പോളിമറൈസ് എൻസൈം വന്നിട്ട് പുതിയൊരു സ്റ്റാൻഡ് ഇങ്ങോട്ട് സിന്തസൈസ് ചെയ്യാൻ തുടങ്ങും. അതേപോലെ തന്നെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് തീർന്നു. ടെംപ്ലേറ്റ് സ്റ്റാൻഡ് ഇവിടെ തീർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഡി എൻ എ പോളിമറൈസ് നേരെ ബാക്കിലേക്ക് പോകും. അപ്പോഴത്തേക്കും ഇവിടം വരെ തുറന്നിട്ടുണ്ടാവും. ഇവിടം വരെ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ 3 പ്രൈം എൻഡ്, ഇതാണ് അതിന്റെ 5 പ്രൈം എൻഡ്. ഈ കാണുന്നതാണ് എന്റെ 5 പ്രൈം എൻഡ്. സോ 3 പ്രൈം എൻഡിൽ നിന്ന് വീണ്ടും 5 പ്രൈം എൻഡിലേക്ക്, സോ ഈ 5 പ്രൈം എൻഡിൽ നിന്ന് നേരെ 3 പ്രൈം എൻഡിലേക്ക് ഇത് സിന്തസൈസ് ചെയ്ത് തുടങ്ങും. അതേപോലെ തന്നെ വെൻ ഇറ്റ് ഈസ് കംപ്ലീറ്റിംഗ് ദിസ് ടിൽ ഹിയർ, ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് ദേ വിൽ ഡു, they will again go back. അങ്ങനെ ഓരോ സ്റ്റെപ്പ് പുറകിലേക്ക് പോയിട്ടാണ് ഒരു സ്ട്രാൻഡിൽ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് പുതിയ ഡി എൻ എ സ്ട്രാൻഡ് സിന്തസൈസ് ചെയ്യുന്നത്. ഈ സ്ട്രാൻഡിൽ നമുക്ക് ലീഡിംഗ് സ്ട്രാൻഡ് എന്നും ഇതിനെ നമുക്ക് ലാഗിംഗ് സ്ട്രാൻഡ് എന്ന് പറയാം. ലീഡിംഗ് സ്ട്രാൻഡ് കണ്ടിന്യൂസ് ആയിട്ട് സിന്തസൈസ് ചെയ്യും 5 പ്രൈം 3 പ്രൈം ഡയറക്ഷനിൽ. ലാഗിംഗ് സ്ട്രാൻഡ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് സിന്തസൈസ് ചെയ്യുന്നത്. ദാറ്റ് വിൽ ബി സിന്തസൈസിങ് 5 പ്രൈം 3 പ്രൈം 5 പ്രൈം 3 പ്രൈം 5 പ്രൈം 3 പ്രൈം ഇങ്ങനെയായിരിക്കും സിന്തസൈസ് ചെയ്യുന്നത്. ഇനി ഈ ഡി എൻ എ പോളിമറൈസിനുള്ള പ്രത്യേകതയുണ്ട്. ഡി എൻ എ പോളിമറൈസ് ചുമ്മാ ഇവിടെ വന്നിട്ട് ഓരോ ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്ത് കൊടുക്കില്ല. അതിനൊരു ചെറിയ ഒരു പ്രൈമറിന്റെ ആവശ്യമുണ്ട്, ഒരു സ്റ്റാർട്ടർ മോളിക്യൂളിന്റെ ആവശ്യമുണ്ട്. ഈ പ്രൈമർ എന്ന് പറയുന്നത് 5 to 6 ന്യൂക്ലിയോടൈഡ് റൈബോ ന്യൂക്ലിയോടൈഡ് ലെങ്ത് ഉള്ള RNA ആണ്. ഒരു ചെറിയ സ്ട്രാൻഡ് RNA ആണ്. ആ പ്രൈമറിനെ സിന്തസൈസ് ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ട്, പ്രൈമേസ് എൻസൈം ആണ്. ഈ പ്രൈമേസ് എൻസൈം എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ദേ വിൽ കം ആൻഡ് സിന്തസൈസ് എ പ്രൈമർ ഇൻ ദ 3 പ്രൈം എൻഡ് ഓഫ് ദ ടെംപ്ലേറ്റ് സ്റ്റാൻഡ്. ടെംപ്ലേറ്റ് സ്റ്റാൻഡിന്റെ 3 പ്രൈം എൻഡിൽ ഒരു പ്രൈമറിനെ സിന്തസൈസ് ചെയ്ത് വെക്കും. 5 പ്രൈം 3 പ്രൈം ഡയറക്ഷനിൽ തന്നെയാണ് പ്രൈമർ സിന്തസൈസ് ചെയ്യുക. സോ ഹിയർ ദ പ്രൈമർ വിൽ ബി എക്സ്റ്റെൻഡഡ് ബൈ DNA polymerase enzyme. Primer will be extended by DNA polymerase enzyme. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു പ്രൈമറാണ് ആദ്യം RNA സിന്തസൈസ് ചെയ്യുന്നത്. അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാണ് എന്ത് ചെയ്യുന്നത് DNA polymerase. ഇവിടെ പ്രൈമേസ് വന്നിട്ട് ഒരു ചെറിയ പ്രൈമർ ഉണ്ടാക്കി വയ്ക്കും, അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാണ് DNA polymerase ചെയ്യുക. ഇവിടെ ഒരു പ്രൈമറിനെ ഉണ്ടാക്കി വയ്ക്കും, അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാണ് DNA polymerase ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇത്രയും ഭാഗം ഒരു RNA ആണ്. ഇവിടെ നോക്കിയാൽ ഇത്രയും ഭാഗം RNA ആണ്, ഇത് RNA ആണ്, ഇത് RNA ആണ്. നമ്മൾ DNA റിപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് RNA ന്യൂ സ്ട്രാൻഡ് ഉണ്ടായാൽ അത് ശരിയാവോ? ഇല്ല. സോ ദാറ്റ് ഹാസ് ടു ബി റിമൂവ്ഡ്. അത് റിമൂവ് ചെയ്യുന്ന എൻസൈം ഈ പറയുന്ന റിപ്പയറി എൻസൈംസ് ആണ് കേട്ടോ. DNA polymerase 1 പോലത്തെ എൻസൈംസ് ഒക്കെയാണ് അതിനെ റിമൂവ് ചെയ്തിട്ട് അവിടെ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്ത് കൊടുക്കും. ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്ത് കൊടുക്കും റൈബോ ന്യൂക്ലിയോടൈഡിന് പകരം. ഈ പ്രൈമറൊക്കെ റൈബോ ന്യൂക്ലിയോടൈഡ് ആണ്, അതിന് പകരം ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഇവിടെ ഒരു നിക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ ഒരു നിക്ക് ഉണ്ടാവും, ഇവിടെ ഒരു നിക്ക് ഉണ്ടാവും, ഇത് തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടാവും. അതേപോലെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ഇവിടെ ഒരു നിക്ക് ഉണ്ടാവും. നിക്ക് എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്യാപ്പ് ആയിട്ട് ഒരു കട്ട്, അതിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് there is another enzyme that is called as ligase enzyme. The ligase enzyme that will help in joining the strand which is showing any discontinuity in between. അതേപോലെ തന്നെ DNA പോളിമറൈസേഷൻ അല്ലെങ്കിൽ DNA റിപ്ലിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ഒരു ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷനും വേണം. ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ഇല്ലാതെ അവിടുന്ന് ഇവിടുന്ന് റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യില്ല. ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷനിൽ മാത്രമാണ് DNA പോളിമറൈസ് റിപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇൻ ദ കേസ് ഓഫ് പ്രോകാരിയോട്ടിക് ഓർഗാനിസം ഒരു ഒറ്റ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷനേ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ യൂകാരിയോട്ടിക് ഓർഗാനിസത്തിൽ ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ഒരുപാട് ഉണ്ടാവും. റീകോംബിനന്റ് DNA പ്രൊസീജിയറിൽ നമ്മൾ വെക്ടറായിട്ട് യൂസ് ചെയ്യുന്ന പ്ലാസ്മിഡ്, ആ വെക്ടറായിട്ട് യൂസ് ചെയ്യേണ്ട കാരണം ഒരു വെക്ടറിന്റെ ആവശ്യം വന്നത് തന്നെ ഒരു DNA സ്ട്രാൻഡിന് ഒറിജിൻ ഓഫ് റിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് റിപ്ലിക്കേറ്റ് ചെയ്യുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. യൂകാരിയോട്ടിക്കിന്റെ കേസിലൊക്കെ ആണെങ്കിൽ റിപ്ലിക്കേഷൻ സിന്തറ്റിക് ഫേസിൽ, സെൽ സൈക്കിളിന്റെ സിന്തറ്റിക് ഫേസിലാണ് നടക്കുന്നത്. സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് അത് സെൽ ഡിവിഷനും റിപ്ലിക്കേഷൻ ഓഫ് DNA ഒക്കെ ഹൈലി കോർഡിനേറ്റഡ് ആണ്. സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് മാത്രമാണ് റിപ്ലിക്കേഷൻ നടക്കുക. ഈ റിപ്ലിക്കേഷൻ നടന്നതിന് ശേഷം സെൽ ഡിവിഷൻ നടന്നില്ലെങ്കിൽ ദാറ്റ് ലീഡ് ടു പോളിപ്ലോയിഡി. അത് ഒരു ക്രോമസോമൽ അനോമലിയാണ്, അതായത് പ്ലാന്റ്സിലൊക്കെ കാണുന്നതാണ്. ഓക്കെ, അത് നമ്മൾ ഹയർ ക്ലാസ്സസിൽ നമുക്ക് ഈ പറയുന്ന ക്രോമസോമൽ അനോമലിനെ പറ്റിയിട്ട് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ.